നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. വയനാട്, വടകര, ആലപ്പുഴ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിൽ. വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ മത്സരിപ്പിക്കാനുള്ള സമ്മർദ്ദം ശക്തമായി. വയനാട്ടിൽ ടി സിദ്ദിഖിനാണ് മുൻതൂക്കം. വി പ്രകാശിനെയും പരിഗണിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് എന്നിവർ സീറ്റ് ഉറപ്പിച്ചു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ ദില്ലിയിൽ രാവിലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വയനാട്, വടകര, ആലപ്പുഴ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച തർക്കം മുറുകുന്നതിനിടെയാണ് ദില്ലിയിൽ ഇന്ന് രാവിലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ നടത്തിയ ചർച്ചയിൽ ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് എന്നിവർ സീറ്റ് ഉറപ്പിച്ചു. എന്നാൽ വടകരയും വയനാടും സംബന്ധിച്ച് തർക്ം തുടരുകയാണ്. വടകരയിൽ വിദ്യാ ബാലകൃഷ്ണൻ, സജീവ് മറോളി, പ്രവീൺ കുമാർ എന്നിവരുടെ പേരുകളാണ് പരിഗണനാ പട്ടികയിൽ ഉള്ളത്. എന്നാൽ ഈ മൂന്ന് പേരും CPIM-ലെ പി ജയരാജനെ നേരിടാൻ ശക്തരല്ല എന്നാണ് പൊതുവികാരം. മുല്ലപ്പള്ളിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് മലബാറിലെ ചില UDF സ്ഥാനാർത്ഥികൾ ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് മുല്ലപ്പള്ളി മത്സരിക്കാൻ നിർദ്ദേശിച്ചാൽ KPCC അധ്യക്ഷൻ വഴങ്ങുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വയനാട്ടിൽ ടി സിദ്ദിഖ്, അബ്ദുൾ മജീദ്, വി പ്രകാശൻ എന്നിവരാണ് പരിഗണനാ പട്ടികയിലുള്ളത്. A ഗ്രൂപ്പ് ടി സിദ്ദിഖിന് വേണ്ടിയും I ഗ്രൂപ്പ് മജീദിന് വേണ്ടിയും ഉറച്ചു നിൽക്കുന്നു. വി പ്രകാശിന്റെ പേര് ഹൈക്കമാൻഡാണ് നിർദ്ദേശിച്ചത്. ആലപ്പുഴ I ഗ്രൂപ്പിന് ലഭിച്ച സാഹചര്യത്തിൽ വയനാട് A ഗ്രൂപ്പിലെ ടി സിദ്ദിഖ്, വി പ്രകാശ് എന്നിവരിൽ ഒരാൾ സ്ഥാനാർത്ഥിയാകും. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷം ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകാനാണ് സാധ്യത. റിപ്പോർട്ടർ, ദില്ലി. BJP സ്ഥാനാർത്ഥി പട്ടികയിൽ തർക്കം രൂക്ഷം. പത്തനംതിട്ടയിലോ തൃശൂരിലോ സീറ്റില്ലെങ്കിൽ മത്സരിക്കുന്നില്ല എന്ന് കെ സുരേന്ദ്രൻ അറിയിച്ചു. പത്തനംതിട്ടയിൽ PS ശ്രീധരൻപിള്ളയും തൃശൂരിൽ BDJSന്റെ തുഷാർ വെള്ളാപ്പള്ളിയും ആലപ്പുഴയിൽ KS രാധാകൃഷ്ണനും മത്സരിക്കും. ടോം വടക്കന് എറണാകുളം സീറ്റ് നിർദ്ദേശിച്ചു. AN രാധാകൃഷ്ണൻ ഒഴികെയുള്ള ജനറൽ സെക്രട്ടറിമാർക്ക് ഇത്തവണ സീറ്റ് കിട്ടിയേക്കില്ല. BJP സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി തർക്കം തുടരുകയാണ്. BJPക്ക് മേൽക്കൈ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പത്തനംതിട്ട സീറ്റിനെ ചൊല്ലിയാണ് തർക്കം തുടരുന്നത്. PS ശ്രീധരൻപിള്ളയും MT രമേശും കെ സുരേന്ദ്രനും അൽഫോൺസ് കണ്ണന്താനവും പത്തനംതിട്ട സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ PS ശ്രീധരൻപിള്ളയാകും സ്ഥാനാർത്ഥിയെന്നാണ് സൂചന. തൃശൂരോ പത്തനംതിട്ടയോ സീറ്റ് നൽകുന്നില്ലെങ്കിൽ മത്സരിക്കാനില്ല എന്ന നിലപാടിലാണ് കെ സുരേന്ദ്രൻ. അതേസമയം കെ സുരേന്ദ്രന് ആറ്റിങ്ങൽ സീറ്റ് നൽകാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. ആറ്റിങ്ങലാണെങ്കിൽ കെ സുരേന്ദ്രൻ മത്സരരംഗത്തുണ്ടാകില്ലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതേസമയം പത്തനംതിട്ടയിൽ മത്സരിക്കാൻ അൽഫോൺസ് കണ്ണന്താനവും താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. പാലക്കാട് മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്ന ശോഭാ സുരേന്ദ്രനും സീറ്റില്ല എന്നാണ് റിപ്പോർട്ടുകൾ. C കൃഷ്ണകുമാർ ആയിരിക്കും പാലക്കാട് സ്ഥാനാർത്ഥിയാകുക. ഇതോടെ ജനറൽ സെക്രട്ടറിമാരിൽ AN രാധാകൃഷ്ണന് മാത്രമാണ് സീറ്റ് ലഭിച്ചിരിക്കുന്നത്. AN രാധാകൃഷ്ണൻ ചാലക്കുടിയിൽ നിന്ന് ജനവിധി തേടും. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJPയിലെത്തിയ ടോം വടക്കൻ എറണാകുളത്ത് സ്ഥാനാർത്ഥിയായേക്കും. കൂടാതെ ആലപ്പുഴയിൽ കോൺഗ്രസ് സൈദ്ധാന്തികനായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണനാകും BJP സ്ഥാനാർത്ഥി. തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്നാണ് റിപ്പോർട്ട്. തർക്കങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ നാളെയാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാവുക. റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, കോൺഗ്രസ് നേതാവ്, TG മോഹൻദാസ്, ഒപ്പം തന്നെ NC മോഹനൻ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ. ആദ്യം ശ്രീ TG മോഹൻദാസ്, പത്തനംതിട്ടയിൽ അത്ര വലിയ വിജയസാധ്യതയാണോ? എല്ലാവരും കൂടി ഇങ്ങനെ വളഞ്ഞു നിന്ന് പിടിക്കാൻ മാത്രം? അങ്ങനെ വളഞ്ഞു നിന്ന് പിടിക്കുന്നു എന്നുള്ള ഒരു പത്ര റിപ്പോർട്ട് മാത്രമാണ്. 2-3 ദിവസമായിട്ട് ഇത് മാത്രം കേൾക്കുന്നത്. പത്തനംതിട്ട കെ സുരേന്ദ്രൻ, അൽഫോൺസ് കണ്ണന്താനം, ഞാൻ പറയട്ടെ, ചാനലുകൾ മാറി മാറി ഇത് പറയുന്നു, പത്രങ്ങളിൽ ഇത് വരുന്നു എന്നുള്ളതല്ലാതെ പാർട്ടിക്കാരും ഇത് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ തന്നെ കാണിച്ച ആ വിഷ്വൽസ് തെറ്റിദ്ധാരണാജനകമാണ്. പത്തനംതിട്ടയില്ലെങ്കിൽ ഞാൻ മത്സരിക്കുന്നില്ല, ആറ്റിങ്ങൽ മത്സരിക്കുന്നില്ല എന്നൊക്കെ സുരേന്ദ്രൻ പറഞ്ഞു എന്ന് പറയുക. ആ കൂട്ടത്തിൽ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വിഷ്വല്, സുരേന്ദ്രന്റെ ശബ്ദം കേൾപ്പിക്കുന്നുമില്ല. സുരേന്ദ്രൻ വേറെ എന്തോ ആണ് പറയുന്നത്. അപ്പൊ ഇത് കാണുന്നവർക്ക് തോന്നുന്നതാ സുരേന്ദ്രൻ പറഞ്ഞു ഞാൻ കണ്ടതില്ലേ, വിഷ്വല് കണ്ടതില്ലേ എന്നൊക്കെ പറയും. ഇതുപോലത്തെ ഏർപ്പാട് അല്ല, ഇതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാധ്യമങ്ങൾ ചെയ്യുന്നതാണ്, ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അതിന് ഉത്തരം പറയാൻ എന്നോട് പറയും. പക്ഷെ എന്തായാലും പത്തനംതിട്ട സംബന്ധിച്ചൊരു പിടിവലിയുണ്ട്. അവിടെ PS ശ്രീധരൻപിള്ള, അൽഫോൺസ് കണ്ണന്താനം, കെ സുരേന്ദ്രൻ, ഇവർക്കെല്ലാം വേണ്ടത് പത്തനംതിട്ട. പിടിയോ വലിയോ എന്താന്ന് വെച്ചാൽ അതെല്ലാം കഴിഞ്ഞിട്ട് സീറ്റ് ഫൈനലായി. ഇന്നലെ വാസ്തവത്തിൽ ലിസ്റ്റ് പുറത്തുവിടേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ മനോഹർ പരീക്കറിന്റെ മരണം സംഭവിച്ചു. അല്ല, അത് ആ സമയത്ത് ലിസ്റ്റ് പറയുന്നത് ശരിയല്ല. അല്ല, ഇന്ന് അദ്ദേഹത്തിന്റെ ശവദാഹമായിരുന്നു 5 മണിക്ക്. മിക്കവാറും നാളെ ഇത് വരും. വാസ്തവത്തിൽ ഇത് കുറെ കൂടെ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. കാരണം നികേഷ് വെയിൽ കൊണ്ട് ചത്തുപോകുന്ന ഒരു ഏപ്രിൽ 7-ാം തീയതിയൊക്കെ ലിസ്റ്റ് വന്നാൽ മതി. നോമിനേഷൻ കൊടുക്കുക, 22-ാം തീയതി വരെ 21-ാം തീയതി വരെയുള്ള തെരഞ്ഞെടുപ്പ്
ആ സമയത്തുണ്ടാകുന്ന ടെമ്പോ അതൊക്കെ തന്നെയാണ് ഫൈനലി ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ശരി, അല്ലാതെ KSRTC ബസ്സിൽ ആദ്യം കയറുന്ന ആളിന് സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞ പോലെ ആദ്യം തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ ആൾ ജയിക്കുമെന്ന് 1.5 ആഴ്ച പിന്നിട്ടു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഇവിടെ പത്തനംതിട്ടയാണ് വിഷയമെങ്കിൽ നിങ്ങൾക്ക് വടകരയാണ് വിഷയം. വടകരയിലെ ടി സിദ്ദിഖിന് വടകരയിൽ സ്ഥാനാർത്ഥിയാകണ്ട, മുല്ലപ്പള്ളി രാമചന്ദ്രന് സ്ഥാനാർത്ഥിയാകണ്ട, എന്താ വടകരയിൽ ഇത്രയധികം ആൾക്ഷാമമുണ്ടായത്? അല്ല, അത് ഇപ്പോ സിദ്ദിഖ് നേരത്തെ തന്നെ വടകരയോട് താല്പര്യം കാണിച്ചിരുന്നില്ല. എന്തുകൊണ്ട്? സിദ്ദിഖ് നേരത്തെ താല്പര്യം കാണിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം വയനാട് തന്നെയാണ്. വയനാടാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ അദ്ദേഹം അവിടെ ഇല്ലെങ്കിൽ ഞാൻ മത്സരരംഗത്തില്ല എന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. മുല്ലപ്പള്ളി അവിടുത്തെ സിറ്റിംഗ് MP ആണ്. ആ സിറ്റിംഗ് MPയോടൊപ്പം തന്നെ KPCC പ്രസിഡന്റാണ്. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് വന്നപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിന് കണ്ടുവെക്കാമായിരുന്നു. അദ്ദേഹത്തെ വിശാല ജനാധിപത്യ മാർഗത്തിന്റെ ജനാധിപത്യ സ്വഭാവം സ്വീകരിച്ച അങ്ങനെ അദ്ദേഹം പ്രത്യേകമായ ഒരു സ്ഥാനാർത്ഥിയെ സ്പോൺസർ ഇടപെടുകയാണ്. മുല്ലപ്പള്ളിയുടെ വിദ്യ വേണ്ട എന്നാണ് അവിടെ ഇറങ്ങിയിട്ടുള്ള പോസ്റ്ററുകൾ. അതിനപ്പുറത്തേക്ക് ശ്രീ സുരേഷ് ബാബു, 44 പേർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ജയിച്ചപ്പോൾ അതിൽ 1 വടകരയായിരുന്നു. അത്രയും ഉറച്ച മണ്ഡലമായിട്ടാണ് അതിനെ കാണേണ്ടത്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ കോഴിക്കോട് DCC പ്രസിഡന്റിനെ മത്സരിക്കേണ്ട. കോഴിക്കോട് DCCയുടെ ഭാഗമായി 5 മണ്ഡലങ്ങൾ അവിടെ വരുന്നുണ്ട്. ആകെയുള്ള 7 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളും കോഴിക്കോട് DCCയുടെ ഭാഗമായിട്ടുള്ള മണ്ഡലങ്ങളാണ്. എന്നിട്ടും കോഴിക്കോട് DCC പ്രസിഡന്റിന് സ്വന്തം മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന മഹാഭൂരിപക്ഷ പരിധിയിൽ വരുന്ന മണ്ഡലത്തിൽ മത്സരിക്കേണ്ട. അദ്ദേഹത്തിന് വയനാട്ടിൽ മത്സരിച്ചാൽ മതി, മുരളീധരൻ അവിടെ മത്സരിച്ചാൽ മതി, KC വേണുഗോപാലിന് അവിടെ മത്സരിച്ചാലേ ശരിയാകൂ എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ പറയുന്നു. ടി സിദ്ദിഖിന് അതല്ലാതെ വേറെ എവിടെയും വേണ്ട. അല്ല, അതിനകത്ത് ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് അതിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. വേണ്ടെന്ന് പറയാനെങ്കിലുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസ് പാർട്ടി കൊടുക്കുന്നുണ്ടേ. അതാണല്ലോ അദ്ദേഹം വയനാട് അദ്ദേഹം ആഗ്രഹിച്ചു. അന്ന് പിന്നെ സിറ്റിംഗ് MP ആണ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള അന്തിമമായൊരു തീരുമാനം അദ്ദേഹത്തിന് മാത്രമേ അറിയുന്നൊരു കാലം. KPC പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാളുടെ സീറ്റ് തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തെറ്റ് ശ്രീ സിദ്ദിഖ് ചെയ്തില്ല എന്നുള്ളതാണ് വലിയ കുഴപ്പം. സുരേഷ് ബാബു, അവിടെ താങ്കളെ ഖണ്ഡിക്കുന്ന പരാമർശങ്ങൾ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രന്റേതായി വേണമെങ്കിൽ ഒന്നുകൂടി പ്ലേ ചെയ്ത് കാണിച്ചു തരാം. KPCC അധ്യക്ഷനായ ഉടൻ ആദ്യം മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് ഞാൻ എന്തായാലും വടകരയിൽ മത്സരിക്കില്ല എന്നാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി അദ്ദേഹം തുടർച്ചയായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ അങ്ങോട്ടേക്കില്ല, ഞാൻ KPCC പ്രസിഡന്റ് ആകുന്ന ഘട്ടത്തിൽ തന്നെ ഒരു ഉപാധിയായി പറഞ്ഞിരുന്നു എന്ന്. രമേശ് ചെന്നിത്തല കടത്തി പറയുന്നു ഈ ഒരു ഉപാധി അംഗീകരിച്ചത് കൊണ്ടാണ് KPCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സമ്മതിച്ചത് എന്ന്. അതുകൊണ്ട് സിദ്ദിഖിന്റെ കാര്യത്തിൽ അങ്ങ് പറയുന്നതൊന്നും ശരിയല്ല സർ. അല്ല, അത് ദാറ്റ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് നോളജ് ഓഫ് ദം. ഞങ്ങൾക്കാർക്കും അങ്ങനത്തെ ഒരു വെറിവില്ല. ഞങ്ങളാരും ഈ KPCC പ്രസിഡന്റ് സ്ഥാനം സ്വീകരിക്കുമ്പോൾ ഇത്തരം ഉപാധി ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയപ്പോൾ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി തെരഞ്ഞെടുപ്പ് ഈ മത്സരിക്കാനില്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങൾ പലരുടേതും പല ഭാഗത്തും മാറ്റപ്പെട്ടിട്ടുണ്ട്. ഹൈക്കമാൻഡിന്റെ സമ്മർദ്ദം വരുമ്പോൾ ഹൈക്കമാൻഡ് സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ഇങ്ങനെ പല നേതാക്കന്മാർക്കും അവരുടെ മുൻ നിലപാടുകളിൽ മാറ്റം വരുത്തേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ സിറ്റിംഗ് MP ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ ശ്രീ സിദ്ദിഖ് അവിടെ പോയി സ്ഥാനാർത്ഥിയാകണം എന്നൊരു വാശി അദ്ദേഹം പിടിച്ചില്ല. ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സീറ്റ് അദ്ദേഹം ചോദിച്ചു പോയി എന്നത് അതിന്റെ അർത്ഥം അതൊന്നും അല്ല. പക്ഷേ എങ്കിൽ ശരി, ഞാനത് വിട്ടു. താങ്കളുടെ ഒരു നമ്മൾ സൗഹൃദ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥി വേണ്ടേ? അവിടെ ഒരാൾ ആരെങ്കിലും ഒന്ന് ഒരുങ്ങി നിന്ന് തരുമോ ഈ സാഹചര്യത്തിൽ? ആ കാര്യത്തിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥി അവിടെ വേണം. ആ സ്ഥാനാർത്ഥിയെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് വടകരയിലെ വോട്ടർമാരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള പ്രാഥമിക ചുമതല KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിലും സിറ്റിംഗ് MP എന്നുള്ള നിലയിലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉണ്ട്. ആ വസ്തുതയോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ അവിടെ ഒരു വിദ്യയാണ്
മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിർദ്ദേശിച്ചത്. ഉടൻ പോസ്റ്റർ വന്നു, മുല്ലപ്പള്ളിയുടെ ആ വിദ്യ വേണ്ട എന്ന്. അതായത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ദേശിക്കുന്നത് ഈ ടേമിൽ എന്തായാലും എനിക്ക് KPCC പ്രസിഡന്റായി തുടരണം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയെ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിട്ടേ ഉള്ളൂ. അദ്ദേഹം കോൺഗ്രസ് പാരമ്പര്യമുള്ള നേതാവാണ്. കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം KPCC അധ്യക്ഷനാവുക എന്നുള്ളതാണ്. കോൺഗ്രസ് അധ്യക്ഷനാകാനാകില്ലല്ലോ, AICC അധ്യക്ഷനാകാൻ അത് വേറെ സംവരണം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ KPCC അധ്യക്ഷനാവുക എന്നുള്ളതാണ് ഒരു കോൺഗ്രസ്സുകാരന് സംഭവിക്കാവുന്ന ഏറ്റവും അവസാനത്തെ കാര്യം. അത് മാസങ്ങളാകുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും എന്നുള്ളത് മുല്ലപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാനാവുന്നുണ്ടാവുന്നില്ല. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം വിദ്യ ഇറക്കിയത്. ആ വിദ്യ പറ്റില്ല എന്ന് അവിടുത്തെ നേതാക്കന്മാർ പറഞ്ഞു. ഈ വിദ്യ ഇറക്കിയത് എന്താണെന്ന് പോസ്റ്ററിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് വായിച്ചെടുക്കാൻ കഴിയുക? ഈ വിദ്യ മത്സരിക്കുക, തോൽക്കുക. അടുത്ത തവണ മുല്ലപ്പള്ളി രാമചന്ദ്രന് മത്സരിക്കാൻ പാകമാകുമ്പോഴേക്കും ആ സീറ്റ് ഒഴിഞ്ഞു കിടക്കണം. ഇതാണോ? എന്ത് വിദ്യ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. വിദ്യ എന്ന് പറയുന്ന ഒരു പേരുള്ള ആരെയെങ്കിലും സ്ഥാനാർത്ഥിയായി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രഖ്യാപിച്ചിട്ടുണ്ടോ, സ്പോൺസർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യവും എനിക്കറിയില്ല. അതുകൊണ്ട് അതല്ല, വിദ്യ എന്ന് പറയുന്നത് ഒരു സൂത്രം എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം. അങ്ങനെ ഒരു സൂത്രവും മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തത്തില്ല. എന്തായാലും വളരെ വേഗത്തിലൊരു സ്ഥാനാർത്ഥി വേണമെന്നാണ് ശ്രീ NC മോഹനൻ. LDF ഒരുപക്ഷെ ഒന്നാം ഘട്ടത്തിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ടാവും പ്രചരണത്തിൽ, സംശയമൊന്നുമില്ല. നോക്കൂ, കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ, കണ്ണൂരിൽ K സുധാകരൻ, വടകരയിൽ മുല്ലപ്പള്ളിയെ തന്നെ നിർബന്ധിച്ച് കയറ്റും എന്ന് പറയുന്നു. കോഴിക്കോട് MK രാഘവൻ, ഇവിടെ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്, ഷാനിമോൾ ഉസ്മാൻ, ആലപ്പുഴയിൽ, എറണാകുളത്ത് നമ്മുടെ ഹൈബി ഈഡൻ. അങ്ങനെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലൊന്നും ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേതിനോട് കിടപിടിക്കുന്ന വിധത്തിൽ പ്രമുഖരെയും പ്രഗത്ഭരെയുമാണ് അണിനിരത്തിയിരിക്കുന്നത് എന്നുള്ളത് ഒരാഴ്ച നിങ്ങൾ നേരത്തെയാണ് എങ്കിൽ തന്നെയും ഇപ്പോൾ ആശങ്കയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കാരണം സാധാരണഗതിയിൽ വലിയ ഗ്രൂപ്പ് പോര്, ആ ഗ്രൂപ്പ് പോരിൻ്റെ അടിസ്ഥാനത്തിൽ തമ്മിൽ തല്ലി അവസാന ഘട്ടത്തിലേക്ക് വരുന്ന സ്ഥാനാർത്ഥികൾ തന്നെ ദുർബലരായിരിക്കും എന്നാണെങ്കിൽ അങ്ങനെയല്ല സ്ഥിതി എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി NC മോഹനൻ വീക്ഷിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കോൺഗ്രസ്സിന് വരാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ ദുർബലരായിരിക്കും എന്ന് കണക്കാക്കി ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിലേക്കല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ യാത്ര ചെയ്യുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക, നല്ല തെളിമയാർന്ന രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളോട് വോട്ട് ചോദിക്കുക. അക്കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി BJPയെക്കാളും കോൺഗ്രസിനേക്കാളും ബഹുദൂരം മുന്നിലാണ് എന്ന കാര്യം എല്ലാവരും സമ്മതിക്കുന്നു. ഏറ്റവും ഒടുവിൽ പിന്നെ ഇനി നികേഷ് ചോദിച്ച ചോദ്യം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിര വന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ കാസർഗോഡ് മുതൽ തുടങ്ങിക്കോ. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ ചെല്ലുമ്പോഴത്തെ അവസ്ഥ എന്താ? റിപ്പോർട്ടറിൽ തന്നെ കണ്ടല്ലോ. അവിടെ വണ്ടി തടയാനും ആക്രമിക്കാനും മുദ്രാവാക്യം വിളിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ വരുന്നത് കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകരല്ലേ? അതായിരുന്നോ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ആളുകൾ തന്നെ പ്രതീക്ഷിച്ചിരുന്നത്? അപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി ഞങ്ങളിതാ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും അതിശക്തമായ പ്രതിഷേധം കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ഉയർന്നു വരുന്നു. അത് സൃഷ്ടിക്കുന്നത് ആഭ്യന്തരമായിട്ടുള്ള രൂക്ഷമായ ശൈഥില്യമാണ്. അതിനൊന്ന് മറുപടി വാങ്ങിക്കോട്ടെ. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഞാനത് നേരത്തെ ഇന്ന് VM സുധീരനാണല്ലോ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനെതിരെ വലിയ നിലയിൽ ശബ്ദമുയർത്തുന്നയാൾ. നമുക്ക് വയനാട് അത് I ഗ്രൂപ്പിൻ്റെ സീറ്റാണ് എന്ന് രമേശ് ചെന്നിത്തല, A ഗ്രൂപ്പിന് വേണം എങ്കിൽ മാത്രമേ ആ മണ്ഡലം ജയിക്കാനാകൂ എന്ന് ഉമ്മൻചാണ്ടി. ഈ പോരാട്ടമായിരുന്നു കഴിഞ്ഞ 48 മണിക്കൂറായി ദില്ലിയിൽ നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ ഈ സമീപകാലത്തെ ചർച്ചയിൽ ഞാൻ തന്നെ പറഞ്ഞിരുന്നു, ഈ NC മോഹനൊക്കെ അതിഥിയായി വരുമ്പോൾ അവരോട് ഞാൻ ചോദ്യമായി ഉന്നയിച്ചിരുന്നു, പണ്ടത്തെ കോൺഗ്രസ് ഒന്നുമല്ല ഇത് ഗ്രൂപ്പൊന്നുമില്ലാത്ത കോൺഗ്രസ് ആണ്. അതാ നോക്കൂ, സ്ഥാനാർത്ഥികളെയെല്ലാം നല്ല മികച്ച സ്ഥാനാർത്ഥികളെ നോക്കി കോൺഗ്രസ് തിരഞ്ഞെടുക്കുന്നു, പഴയ സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന്. ഒട്ടും വ്യത്യസ്തമല്ല എന്നല്ലേ ഈ 48 മണിക്കൂർ കാണിക്കുന്നത് അഡ്വക്കേറ്റ് സുരേഷ് ബാബു? അങ്ങക്ക് എങ്ങനെയാണ് അത്തരം ഒരു അഭിപ്രായം ഉണ്ടായത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അത്തരം ഒരു അഭിപ്രായം രൂപീകരിക്കപ്പെടാൻ മാത്രം കോൺഗ്രസ്സിൽ അഭൂതപൂർവമായ ഒരു മാറ്റങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ.
കോൺഗ്രസിൽ അതുണ്ട്. പക്ഷെ ആ ഒരു പ്രകടനത്തിന്, അതിന്റെ ഒരു പുറത്തേക്കുള്ള പ്രകടനത്തിന് ചെറിയ ഒരു മങ്ങൽ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഗ്രൂപ്പൊക്കെ അതിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾക്കും ഇപ്പോൾ ഈ ചർച്ചകളിലൂടെയൊക്കെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും അതില്ലാതായിട്ടില്ല. പക്ഷെ കോൺഗ്രസിന്റെ പ്രോസ്പെക്ട്സിനെ എതിരായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഔട്ട്ബേസ്റ്റ് അല്ലെങ്കിൽ അത് ഒരു പൊട്ടിത്തെറി ഒരു കാലഘട്ടത്തിലും ഉണ്ടാവുകയില്ല. കോൺഗ്രസ് ഇതിനേക്കാൾ വലിയ ഔട്ട്ബേസ്റ്റ് വേറെ എപ്പോഴാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? സുരേഷ് ഓരോ സീറ്റും പ്രധാനമാണ്, ഓരോ സീറ്റും പ്രധാനമാണ്. നിഷേധിക്കപ്പെട്ടപ്പോൾ കെ.വി. തോമസ് എന്ന് പറയുന്ന പരിണതപ്രജ്ഞനായ നേതാവ് എനിക്ക് ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ നിലയിൽ അപമാനിതനായത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് മുല്ലപ്പള്ളിയും ഉമ്മൻചാണ്ടിയും ഇരിക്കുന്ന യോഗത്തിൽ നിന്ന് രമേശ് ചെന്നിത്തല ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിനോട് ദില്ലിയിൽ തുടരാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം ഏതാണ്ട് 3 മണിയുടെ ഫ്ലൈറ്റിന് തിരിച്ച് കേരളത്തിലേക്ക് വരികയാണ്. ഇത് ഔട്ട്ബോസ്റ്റ് അല്ലേ? ഇങ്ങനെയൊന്നും അല്ലേ ഔട്ട്ബോസ്റ്റിന്റെ അർത്ഥം? അല്ല, അത് ഞാൻ സൂചിപ്പിച്ചല്ലോ, അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതൊക്കെ പ്രകടനമാക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും. ഗ്രൂപ്പ് പൂർണ്ണമായും ഇല്ലാതായി എന്ന് വിശ്വസിക്കാനുള്ള ഒരു മൗഢ്യമൊന്നും എനിക്കില്ല. ഗ്രൂപ്പ് ഇതിനകത്തൊക്കെ ഉണ്ട്, ചർച്ചകളിലൊക്കെ അതൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലേക്ക് കേരള രാഷ്ട്രീയത്തെ കൊണ്ടുപോകരുത് എന്ന് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങയെപ്പോലെയുള്ള ആളുകൾക്ക് പ്രക്ഷുബ്ധത വ്യാഖ്യാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് നിരീക്ഷണം ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ശ്രീ ടി ജി മോഹൻദാസ്, കെ.വി. തോമസിനെ കുറിച്ചൊരു അഭ്യൂഹം ഉണ്ടായിരുന്നുവെങ്കിൽ കെ.വി. തോമസ് അത് നിഷേധിച്ചു. മാഡം നൽകുന്ന ഏത് ഉത്തരവാദിത്തവും ഞാൻ ശിരസാ വഹിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കെ.എസ്. രാധാകൃഷ്ണനും ടോം വടക്കനിലും ഒതുങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം എടുക്കാത്ത പൈസയല്ലേ ശ്രീ ടി ജി മോഹൻ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സ്വന്തം പാർട്ടിക്ക് ഭാരമായ ആളുകളെ എടുത്തിട്ട് വെറുതെ നിങ്ങൾ ഒരു റോഡ് മാപ്പ് ഉണ്ടോ? ഇവരെയൊക്കെ എടുത്തിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് സംബന്ധിച്ച് ഞങ്ങളുടെ ലിസ്റ്റ് വരട്ടെ. വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. വരുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ടോം വടക്കനുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. നികേഷിനെ വിളിക്കുകയാണെങ്കിൽ എറണാകുളം BDJS-നായിരുന്നു. BDJS-ന് പകരം കോഴിക്കോട് കൊടുക്കുക. എൻ്റെ അറിവിൽ, ഞാൻ ആ മലബാറുകാരനായതുകൊണ്ട് ഞാൻ പറയുകയാണ്, കോഴിക്കോട് BJP-യുടെ നല്ല ഹാർഡ് കോർ പ്രവർത്തകരുള്ള, RSSന്റെ ഹാർഡ് കോർ പ്രവർത്തകരുള്ള നല്ല വോട്ട് പിൽക്കാലത്ത് ഗെയിൻ ചെയ്യാവുന്ന ഒരു മണ്ഡലമാണ്. അത് നിങ്ങൾക്ക് വേണ്ട. ഇപ്പോൾ ഇതൊന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെ ഇതൊക്കെ ഇപ്പോഴും അഭ്യൂഹമായിട്ട് നിലനിൽക്കുകയല്ലേ. ഞാൻ നോക്കിയിട്ട് എൻ്റെ അറിവിൽ ഡൽഹിയിൽ ആകെ ഒരു BJP-കാരനേ ഉള്ളൂ, PS ശ്രീധരൻപിള്ള. ഫൈനൽ ലിസ്റ്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കൊടുത്തിട്ട് ഈസ് വെയിറ്റിംഗ് ദർ. ബാക്കി ഈ പറയുന്ന പോലെ പത്തനംതിട്ടയ്ക്ക് വേണ്ടി വഹിക്കുന്നു അല്ലെങ്കിൽ BDJS-മായിട്ട് ഗുസ്തി, ഇതൊന്നും അവിടെ കാണുന്നില്ല. തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് പോകുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം പോയോ ഇല്ലെന്ന് എനിക്കറിയില്ല, ആ വാർത്തയുണ്ടായിരുന്നു. ഇതാണ് ആകെയുള്ളത്. ഇറ്റ് ഹാസ് ബീൻ ഫൈനലൈസ്ഡ്, പക്ഷേ റിലീസ് ചെയ്തിട്ടില്ല. റിലീസ് ചെയ്യാതിരിക്കാൻ ഈ ഇമ്മീഡിയറ്റ് റീസൺ മനോഹർ പാരിക്കറിൻ്റെ മരണമുണ്ട്. വേറൊന്ന്, ഞങ്ങളുടെ എതിർപക്ഷത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യം. ഇതിനകത്ത് ഞാൻ ചോദിച്ചു തുടങ്ങിയ ചോദ്യം എന്ന് പറയുന്നത് ഈ കെ.എസ്. രാധാകൃഷ്ണനും ടോം വടക്കനിലും BJP-യുടെ പോച്ചിങ് ഒതുങ്ങുന്നു എന്നുള്ളതാണ് അല്ലേ? നോക്ക്, എന്തിനാണ് ഇങ്ങനെയുള്ള നേതാക്കൾ, ഇതിനേക്കാളും ഒക്കെ വെയിറ്റേജ് ഉള്ള നേതാക്കന്മാർ BJP-യിലും സംഘപരിവാറിലും തന്നെ ഉണ്ടല്ലോ ഇല്ലെന്ന് പറയുന്നില്ല. ഈ പറയുന്ന ഒരു പ്രവണത അതുകൊണ്ട് ഇവരെ പ്രവേശിപ്പിക്കേണ്ടതെന്നില്ല. പക്ഷെ അവര് ഉടനെ സ്ഥാനാർത്ഥികളായിട്ട് വരികയാണ്. ആലപ്പുഴയിൽ ഒരാൾ, എറണാകുളത്ത് ഒരാൾ. ഓരോ പൊളിറ്റിക്സിനും അതിൻ്റെതായ സാധ്യതകളുണ്ട്, അതിൻ്റെ നെഗറ്റീവ്സും ഉണ്ട്. നമ്മൾ നെഗറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ അത് വേണ്ടെന്ന് തീരുമാനിക്കാം, പോസിറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ വേണം തീരുമാനിക്കാം. ഈ പറഞ്ഞ ടോം വടക്കനെ സ്ഥാനാർത്ഥിയാക്കും എന്നൊക്കെ പറഞ്ഞ് ഇന്ന് മലയാള മനോരമയിൽ ഒരു സിംഗിൾ കോളം വാർത്തയുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു പത്രപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, എറണാകുളത്ത് സ്ഥാനാർത്ഥിയാകും. രാജഗോപാലിന്റെ പരിപാടിയിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു എന്നാണ്. അതെ, അവരൊക്കെ ആരോ പറഞ്ഞു എന്നല്ലാതെ ഇദ്ദേഹം എവിടെയെങ്കിലും മത്സരിക്കുന്നതായിട്ട് ഇതുവരെ വാർത്ത വന്നിട്ടില്ല. അല്ല, അങ്ങനെ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ മുന്നിൽ കേരളത്തിൽ നിന്ന് അയച്ച ലിസ്റ്റാണല്ലോ ഉള്ളത്. കേരളത്തിൽ നിന്നുള്ള ലിസ്റ്റിൽ ടോം വടക്കൻ ഉൾപ്പെടുത്താൻ കഴിയില്ല. കാരണം അന്ന് ടോം വടക്കൻ കോൺഗ്രസിലാണ്. അപ്പോൾ കേന്ദ്ര നേതൃത്വം വേണം അതിൽ ഉൾപ്പെടുത്താൻ. കാരണം കേന്ദ്ര നേതൃത്വമാണല്ലോ ടോം വടക്കനുമായിട്ട് ചർച്ച നടത്തിയത്. കേരളത്തിലെ ലിസ്റ്റുമായിട്ട് ശ്രീധരൻപിള്ള അവിടെയുണ്ട്. ശ്രീധരൻപിള്ള തിരിച്ചു വന്നിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. വേറെ ആരും അവിടെ ഇല്ലതാനും. ഞങ്ങളുടെ ലിസ്റ്റ് വരട്ടെ. ഞങ്ങൾക്കും ഈ പറഞ്ഞ പോലെ
ഞങ്ങളുടെ എതിർഭാഗത്ത് ആരാണ് മത്സരിക്കുന്നതെന്ന് അറിഞ്ഞാലല്ലേ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കുറച്ചുകൂടെ ഒരു റിസ്ക് കുറവ് അതല്ലേ. എനിക്കെതിരെ CN മോഹനാണോ നികേഷാണോ മത്സരിക്കുന്നത്? അപ്പോൾ എൻ്റെ പാർട്ടി നികേഷ് ആണെങ്കിൽ മോഹൻദാസ് നിൽക്കണ്ട, നമുക്ക് നാരായണൻകുട്ടിയെ നിർത്താം, ഇങ്ങനെ ആയിക്കൂടെ? അപ്പോൾ ഇവർ ഈ കോൺഗ്രസ് ഈ ഒരു 4 എണ്ണം കൂടെ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിത്രം വ്യക്തമാകും. ഓ, അതിനൊന്നും അല്ല നിങ്ങൾ കാത്തേക്കുന്നത്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ആകെ ഒരു പത്തനംതിട്ട, തൃശ്ശൂർ, തിരുവനന്തപുരം ഈ 3 സീറ്റുകളിലാണ് നിങ്ങൾ ആകെ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഇടങ്ങളിലൊന്നും നിങ്ങൾക്ക് മത്സരിക്കുക പോലും വേണ്ട. ഈ പറഞ്ഞ കാര്യം പോലും ഇല്ല. ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയാണ്. ഈ വ്യക്തിപരമായ വോട്ട് എന്ന് പറഞ്ഞൊരു വോട്ട് BJP-യിൽ ആർക്കുമില്ല, അറിയാമല്ലോ. ഞങ്ങൾക്ക് പാർട്ടിപരമായ വോട്ടേ ഉള്ളൂ. അതുകൊണ്ട് ശ്രീധരൻപിള്ള പത്തനംതിട്ടയിൽ നിന്നല്ല, പാലക്കാട് നിന്നല്ല, നരേന്ദ്രമോദിയാണ് സ്ഥാനാർത്ഥി എല്ലാ സ്ഥലത്തും. RSS സർവേ നടത്തുമല്ലോ. കെ സുരേന്ദ്രനാണ് ഏറ്റവും വിജയ സാധ്യതയുള്ള BJP-യിലെ നേതാക്കന്മാരിൽ പ്രമുഖൻ. ഞാൻ ആ സർവേ റിപ്പോർട്ട് കണ്ടിട്ടില്ല. നികേഷിന്റെ ഞാൻ പത്രങ്ങളിൽ വായിച്ചു. പത്രങ്ങളിൽ ഇങ്ങനെ എന്തെല്ലാം വരുന്നു, പത്രങ്ങളിൽ എന്തെല്ലാം വായിക്കുന്നതൊക്കെ എല്ലാം പൂർണ്ണമായും ഞാൻ പറയട്ടെ. ചാലക്കുടിയിൽ മത്സരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പി രാജീവിനെ എറണാകുളത്ത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്, ശരിയല്ലേ? 24 മണിക്കൂറിനകം സകലമാനം അതിലും ആ പോസ്റ്ററും എഴുത്തും എല്ലാം വന്നു. കോൺട്രാക്ട് കൊടുത്തിട്ട് നേരിട്ട് പിണറായി വിജയൻ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് അഭ്യൂഹങ്ങളുണ്ട്. ആർക്കറിയാം ഇതൊക്കെ സത്യമാണോ ഇല്ലെന്ന്? ഞാനിത് CN മോഹനോട് ചോദിക്കില്ല. കാരണം സംശുദ്ധമായ അഭ്യൂഹങ്ങളാണ്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതുപോലെ ഒരുപാടെണ്ണം പരക്കും. ചിലത് സത്യമാകാം, ചിലത് നുണയാകാം. ഏതായാലും ചിത്രം വ്യക്തമാകട്ടെ. സത്യത്തിന്റെ കൂടെ ഒരു നുണ കൂടി ചേർത്തിട്ട് ഇതെല്ലാം നുണയാകാനാണ് സാധ്യത എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങളുടെ കാര്യത്തിൽ ഈ പറയുന്ന പത്തനംതിട്ട മാത്രമാണ്. നികേഷ് പറയുന്ന മുഴുവൻ സത്യവും ഞാൻ പറയുന്നു. TG മോഹൻദാസ്, ഇത്രേ ഉള്ളൂ. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ ഈ 3 ലോക്സഭാ മണ്ഡലങ്ങളാണ് BJP-ക്ക് വിജയസാധ്യതയുള്ളതായി BJP അവകാശപ്പെടുന്നത്. BJP അങ്ങനെയാണ് ഇന്റേണൽ ആയിട്ടുള്ള നിരീക്ഷണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. അതിനകത്ത് നിൽക്കോ അല്ല, ഞാൻ പറയട്ടെ, നാട്ടുകാരെ കേൾക്കുന്നുണ്ടല്ലോ. അതിനകത്ത് തിരുവനന്തപുരം കുമ്മനം കൊണ്ടുപോയി, BDJS-ന് തൃശ്ശൂർ കൊടുത്തു. അപ്പോൾ പിന്നെ ആകെയുള്ളത് പത്തനംതിട്ടയാണ്. ഈ പത്തനംതിട്ട ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ നേരത്തെ ഒരു ധാരണ എത്തിയിട്ടുണ്ട്. അവിടെ ആർക്കൊക്കെ സീറ്റ് വേണം? പത്തനംതിട്ടക്കാരനായിട്ടുള്ള PS ശ്രീധരൻപിള്ളക്ക് വേണം. അവിടെ അൽഫോൺസ് കണ്ണന്താനം പത്തനംതിട്ടക്കാരനാണ്, ആദ്യം വേണം. കെ സുരേന്ദ്രനാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ നാടകം കളിച്ചിട്ടുള്ള ആളെന്നുള്ള അദ്ദേഹത്തിന് സീറ്റ് വേണം. MT രമേശും പത്തനംതിട്ടയിൽ നേരത്തെ പ്രത്യേകിച്ച് എവിടെയാ ആറന്മുള മത്സരിച്ചിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിന് സീറ്റ് വേണം. ഇതൊരു 4 പേരും അർഹരാണ് അവിടെ മത്സരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പത്തനംതിട്ടയ്ക്ക് വേണ്ടി പിടിവലി എന്ന വാക്കുകൾ ഞാൻ ഉപയോഗിച്ചത്. ഇത് ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാനും അതിനർഹനാണ്. പത്തനംതിട്ടയ്ക്കും ശബരിമലയ്ക്കും വേണ്ടിയിട്ട് ഞാൻ ഈ CN മോഹൻ്റെ അടുത്ത് അടികല്ലാതെ ബാക്കിയെല്ലാം കഴിഞ്ഞു. പുള്ളിയിൽ നല്ല മനുഷ്യൻ. ശബരിമലയിൽ സ്ത്രീകൾ അതെന്ത് വായിക്കോട്ടെ, പക്ഷേ പിണറായി വിജയന്റെ പ്രവൃത്തി അങ്ങനെ ഒരു അഭിപ്രായം എടുത്തിട്ട് പോലും, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിട്ട് പോലും കെ സുരേന്ദ്രൻ കരണം മറിഞ്ഞ് അല്ല, അതെന്ത് വായിക്കോട്ടെ. പത്തനംതിട്ടയിൽ അപ്പൊ എന്റെ പേരും കൂടെ ചേർക്കുന്നേ. മനോരാജ്യം കാണുമ്പോ അർദ്ധരാജ്യം കാണുന്നത് 4 എന്നുള്ളത് 5 ആയിക്കോട്ടെ. ലക്നൗ തന്നെ കാണും, എന്തിനീ പത്തനംതിട്ട. ശരി, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, നോക്ക്, LDF-ന്റെ പ്രചരണം, നാട്ടിലെ പ്രചരണങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടുകൂടി BJP-യിലേക്ക് ചേക്കേറുന്നു എന്നർത്ഥത്തിലാണ്. അതായത് BJP-ക്കെതിരായിട്ടുള്ള ഒരു ഫൈറ്റിൽ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ പോരെ, എന്തിനാണ് LDF-ന് വോട്ട് ചെയ്യുന്നത് എന്നൊരു ചോദ്യം BJP വിരുദ്ധരായ വോട്ടർമാർക്കുണ്ടാവുമല്ലോ. ആ വോട്ടാണല്ലോ രണ്ടുപേരും എൻകാഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, UDF-ഉം LDF-ഉം. അങ്ങനെ എൻകാഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വോട്ടിൽ കൂടുതൽ നമുക്ക് വരാൻ വേണ്ടി LDF-കാർ ചെയ്യുന്നത് കോൺഗ്രസ്സുകാരെല്ലാം കൂട്ടത്തോടെ BJP-യിലേക്ക് പോകുന്നു. അത് ഇപ്പോൾ പത്രങ്ങളിൽ ഒരു കോളം തന്നെയുണ്ട് അതിന്, അയാറാം ഗയാറാം രാഷ്ട്രീയത്തിന്. അതിനെ മാറ്റുകൂട്ടുന്ന രീതിയിലാണ് ടോം വടക്കൻ പോയത് രാഹുൽ ഗാന്ധി ഇവിടെ ഉള്ളപ്പോൾ. ഇന്നിപ്പോൾ പത്രത്തിൽ പടം വന്നത്, ഇന്നലെ ടെലിവിഷനിൽ ദൃശ്യങ്ങൾ വന്നത് ഡോക്ടർ KS രാധാകൃഷ്ണൻ്റെ കാര്യമാണ്. ഇത് വലിയ നിലയിൽ ആളുകൾ വിലയിരുത്തില്ലേ? നിങ്ങളെ ഒരാളെ ജയിപ്പിച്ച് വിട്ടാൽ അത് BJP-യുടെ പോക്കറ്റിലേക്കായിരിക്കും എന്നുള്ള തോന്നൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കുണ്ടാകില്ലേ? ഇത് കുറച്ച് വിശദമായി സംസാരിക്കേണ്ടുന്ന ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുള്ളത്. ഞങ്ങൾ കൺസിസ്റ്റന്റ് അല്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാരും കൺസിസ്റ്റന്റ് അല്ല. അവർ ഏത് നേരവും BJP-യിലേക്ക് പോകാൻ സാധ്യതയുള്ളവരാണ് എന്ന് പറഞ്ഞ് BJP വിരുദ്ധ വോട്ടുകൾക്ക് കൂടുതൽ പ്രാമുഖ്യമുള്ള കേരളത്തിലെ
ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് 1:1:1 ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. 1:1:1 ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. അപ്പോൾ 1:1 ഒരു ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മുസൽമാനും അവർക്ക് BJPയുടെ RSS രാഷ്ട്രീയത്തിനോട് വിദ്വേഷമുണ്ടാകുകയും കോൺഗ്രസിന് വോട്ട് ചെയ്താൽ അവർ RSSലേക്ക് പോവുകയും ചെയ്യും എന്ന് ധരിപ്പിച്ച് വോട്ട് വാങ്ങി ജയിക്കുക എന്ന ഒരു കുൽസിത തന്ത്രം CPM എടുക്കുന്നുണ്ട്. ഞാൻ ഓർമ്മിക്കുന്നു, കുറച്ചു മുമ്പ് ഞങ്ങൾ സദ്ദാം ഹുസൈന്റെ കൂടെയാണ് എന്ന് ഒരു ദിവസം ഒരൊറ്റയടിയാകും EMSന്റെ വർത്തമാനം. ഞങ്ങൾ സദ്ദാം ഹുസൈന്റെ കൂടെയാ. സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ഒരു പാർലമെന്റ് അസംബ്ലി സ്ഥാനാർത്ഥിയോ എന്ന പോലെയാണ് അദ്ദേഹം അതിനെ പ്രകടിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ പച്ചയായ രാഷ്ട്രീയം, പച്ചയായ ജാതി സമവാക്യങ്ങളിൽ രാഷ്ട്രീയം കളിക്കുന്ന ഒരു സമീപനം അന്ന് മുതൽ ഇന്ന് വരെ CPM തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ തുടർച്ചയുടെ ഭാഗമാണ് കോൺഗ്രസിന്റെ കൺസിസ്റ്റൻസി ഇല്ലായ്മ. കോൺഗ്രസ് ഇന്ന് കേരളത്തിലെ ദിഗേഷിന് സത്യസന്ധമായി പറയാൻ കഴിയോ KS രാധാകൃഷ്ണൻ കോൺഗ്രസിന്റെ നേതാവാണോ? KS രാധാകൃഷ്ണൻ കോൺഗ്രസിന്റെ കൂടെ നിന്നുകൊണ്ട് വൈസ് ചാൻസലർഷിപ്പും അതേപോലെ തന്നെ PSC ചെയർമാൻഷിപ്പ് ഒക്കെ മേടിച്ചിട്ടുണ്ടാകാം. ടോം വടക്കൻ കോൺഗ്രസിന്റെ നേതാവാണോ പറയുന്നതിനൊരു അർത്ഥം? അപ്പൊ അവരെ വെച്ചുകൊണ്ട് അവരൊക്കെ കോൺഗ്രസ് ആണ്, ഈ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഡോക്ടർ KS രാധാകൃഷ്ണൻ കോൺഗ്രസിന്റെ നേതാവല്ല, കോൺഗ്രസിന്റെ നേതാവേ അല്ല. ഞങ്ങൾ ആരും അംഗീകരിച്ചിട്ടില്ല കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ളത്. അപ്പൊ AICC സെക്രട്ടറി പദവി പിന്നെ എങ്ങനെയാ കിട്ടിയത്? AICC സെക്രട്ടറി ഞാൻ അതിനെക്കുറിച്ച് ഇപ്പൊ തൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ടോം വടക്കൻ കോൺഗ്രസിന്റെ നേതാവാണെന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് ആരെ കൊണ്ടും കഴിയില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവുമല്ല. അല്ല, AICC സെക്രട്ടറി ആകണമെങ്കിൽ അതൊരു നേതൃ പദവിയാണല്ലോ അഡ്വക്കേറ്റ് സുരേഷ് ബാബു. അപ്പോൾ ടോം വടക്കൻ AICC സെക്രട്ടറിയാണ്. കാരണം ഞാനത് ഡൽഹിയിലേക്ക് പോകുമ്പോൾ മുതൽ അദ്ദേഹം AICCയുടെ സെക്രട്ടറിയാണ്. ഞാൻ ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പ്രസ് റിലീസ് തരുന്നത്, ഞങ്ങൾക്ക് വേണ്ടി വാർത്താ സമ്മേളനം അറേഞ്ച് ചെയ്യുന്നതൊക്കെ അന്ന് ടോം വടക്കനാണ്. ഇന്നും ടോം വടക്കനാണ്. കോൺഗ്രസിന്റെ പ്രതിനിധി നിങ്ങൾ ആരെയൊക്കെ വിളിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ പേരിൽ? സുരേഷ് ബാബു, എനിക്കത് താങ്കൾ പറയുന്നതിൻ്റെ ഒരു പൂർണ്ണരൂപം മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. AICC മാധ്യമ സെല്ലിന്റെ സെക്രട്ടറി, AICCയുടെ സെക്രട്ടറി, അങ്ങനെ ഇരിക്കുന്ന ആള് നേതാവല്ല എന്ന് പറയുമ്പോൾ ഇത്രയും കാലം നമ്മൾ ആ നേതാവാണെന്ന് വിചാരിച്ചിട്ടാണ് ആ പല ചർച്ചകളിലും വിളിച്ചത്. അല്ല, നേതാവ് ഭാരവാഹിത്വവും നേതാവും രണ്ടാണ് നികേഷ്. സാങ്കേതികമായി ഏതെങ്കിലും സെല്ലിന്റെയോ ഏതെങ്കിലും ഘടകത്തിന്റെയോ ഭാരവാഹിയായി എന്നുള്ളത് കൊണ്ട് ഒരു നേതാവായി പ്രതിഷ്ഠിക്കാൻ ഞങ്ങൾക്ക് ആർക്കൊന്നും കഴിയില്ല. അങ്ങനെ ആരും ചെയ്യുന്നുമില്ല. നിങ്ങൾക്ക് അമളി പറ്റിയതാണോ? ഒരു AICC സെക്രട്ടറി എന്ന് പറയുന്നത് നേതാവിന് കൊടുക്കുന്ന പദവിയല്ല, അത് സാങ്കേതിക പദവിയാണ് എന്നാണ് അഡ്വക്കേറ്റ് സുരേഷ് ബാബു പറയുന്നത്. ഞാൻ ടോം വടക്കൻ കോൺഗ്രസിൻ്റെ നേതാവാണെന്നോ അല്ലെന്നോ ഒന്നും പറയില്ല. ടോം വടക്കൻ എന്തായിരുന്നോ ആ അവസ്ഥയിൽ അദ്ദേഹം BJPയിൽ ചേർന്നു. ഫിനിഷ്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. വെറുതെ തർക്കിച്ച സമയങ്ങളിൽ നിന്ന് ഒരു കാര്യം, ടോം വടക്കൻ ഒരു കാലത്ത് രാജീവ് ഗാന്ധിയുടെ അദ്ദേഹം ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ മെമ്പറായിരുന്നു. നിർഭാഗ്യവശാൽ രാജീവ് ഗാന്ധിയുടെ ദാരുണമായ മരണമുണ്ടായി. അതിനുശേഷം ടോം വടക്കൻ മാത്രമല്ല, ആ ഗ്രൂപ്പ് തന്നെ അൺപോപ്പുലറായി. കാരണം രാജീവ് ഗാന്ധിയുടെ മരണശേഷം രാജീവ് ഗാന്ധി ഇവരെ പരിഗണിക്കുന്ന പോലെ പിന്നീട് വന്ന ആൾക്കാർ പരിഗണിക്കുന്നത് പ്രതീക്ഷിക്കാൻ വയ്യല്ലോ. സ്വാഭാവികമായിട്ടും പലരും അൺപോപ്പുലറായി, പലരും പല വഴിക്ക് പോയി. ടോം വടക്കൻ പിന്നെയും പ്രതീക്ഷകളോടെ തുടർന്നു. അതാണ് അദ്ദേഹം പറയുന്നു, 30 വർഷം ഞാൻ ഇതിനു വേണ്ടി വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്തു, ആരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്തായിരുന്നു എന്ന്. ഇതൊക്കെ എനിക്ക് 2-3 വർഷം മുമ്പ് അറിയാവുന്ന കാര്യങ്ങളാണ്. നേരിട്ട് അദ്ദേഹം പലരോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ്സിൽ ആരായിരുന്നു എന്നുള്ളത് വിടുക. അദ്ദേഹം ഇപ്പോൾ BJPയിലാണ്. നമുക്ക് അവിടെ വെച്ച് നിർത്താം. ശരി, ഇവിടെ ഡോക്ടർ KS രാധാകൃഷ്ണൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിന് വിയോജിപ്പുണ്ട്. PSC ചെയർമാനൊക്കെ ആക്കിയിട്ടുണ്ടാകാം. അദ്ദേഹം ഒരു കഴിവുള്ള ആളെന്നുള്ള നിലയിൽ PSC ചെയർമാൻ ആയിട്ടുണ്ട് UDFൻ്റെ കാലത്ത്. ഇവിടെ ഒരു കാര്യം വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കോൺഗ്രസിനെയും BJPയെയും സംബന്ധിച്ചാണല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്തത്. കോൺഗ്രസിനകത്തുനിന്ന് നേതൃനിരയിലുള്ളവർ ഓരോരുത്തരായി കൊഴിഞ്ഞ് BJPയിൽ ചേരുന്നു.
അത് തന്നെയാണ് ടോം വടക്കൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ബഹുമാനനായിട്ടുള്ള ശ്രീ സുരേഷ് ബാബു, ടോം വടക്കൻ എന്ത് നേതാവെന്നൊക്കെ ചോദിച്ചാൽ ICC സെക്രട്ടറി പദവി ഒരു നേതൃപദവിയാണെന്നാണ് നമ്മളെല്ലാം ധരിച്ചു വെച്ചിട്ടുള്ള. ശ്രീ ഉമ്മൻചാണ്ടി ICCയുടെ സെക്രട്ടറി അല്ലേ? സുരേഷ് ബാബു മാത്രമല്ല, രാഹുൽ ഗാന്ധി തന്നെ അന്ന് പ്രതികരിച്ച ഹീസ് നോട്ട് എ ബിഗ് ലീഡർ എന്നാണ്. അപ്പോൾ ഇവിടെ ICC സെക്രട്ടറിഷിപ്പ് അത്ര വലിയ സ്ഥാനമല്ല എന്ന് പരസ്യമായി പറയാനുള്ള ആർജവം കാണിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ള കാര്യം. കാരണം കേരളത്തിൽ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഒരു ഘട്ടത്തിൽ ICC സെക്രട്ടറി ആയിരുന്നു. ഒരുപാട് പേര് ഇപ്പോ പിന്നെ അൺഫെയർ ആണ് കേട്ടോ. അല്ല അങ്ങനെ ഇപ്പോ AICC സെക്രട്ടറി ആയിരുന്നില്ല. ഇപ്പോ BJP-യിലേക്ക് ചേരുമ്പോൾ അദ്ദേഹം AICC സെക്രട്ടറി ആയിരുന്നു. ടോം വടക്കൻ പറഞ്ഞിട്ട് ഇപ്പൊ അത് നമ്മൾ പറയുന്നത്. ടോം വടക്കൻ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃനിരയിലെ സ്വാധീനമുള്ള അറിയപ്പെടുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ആ AICC-യുടെ മാധ്യമ വക്താവായിരുന്നു. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ തലേന്ന് മാധ്യമ ചർച്ചയിൽ കോൺഗ്രസിന് വേണ്ടി പങ്കെടുത്തതിന് ശേഷം പിറ്റേന്ന് BJP ആസ്ഥാനത്ത് വന്ന് BJP-യുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ച് BJP-കാരനായി മാറി. ഇനി ഡോക്ടർ KS രാധാകൃഷ്ണന്റെ കാര്യം, ബഹുമാനനായ സുരേഷ് ബാബു എത്രത്തോളം നിഷേധിച്ചാലും കോൺഗ്രസ് കേരളത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാ അക്കാദമിക് ക്യാമ്പുകളിലും സാംസ്കാരിക പരിപാടികളുടെയും നേതൃനിരയും നിറസാന്നിധ്യവുമായിരുന്നു ഡോക്ടർ KS രാധാകൃഷ്ണൻ. അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനും അതിൻ്റെ സൈദ്ധാന്തികനും പ്രഭാഷകനുമായതുകൊണ്ടാണ് അദ്ദേഹം കാലടി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിലെത്തിയത്. അദ്ദേഹം PSC ചെയർമാൻ സ്ഥാനത്തെത്തിയത്. പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസിൽ നേതൃദാരിദ്ര്യം അനുഭവപ്പെടുന്നത് കൊണ്ടാണ് BJP-യിൽ ചേരുന്നത്. ഇനി ഞാൻ ഇത് കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ BJP-യുടെ ഒരു നില എന്താ? ആര് വന്നാലും സ്വീകരിക്കുന്ന നിലയിലേക്ക് അധപ്പതിച്ചു പോയില്ലേ BJP? അതുകൂടി കാണണ്ടേ? ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഒരു മൊബൈൽ ഫോണിൽ മിസ് കോൾ അടിച്ചാൽ BJP മെമ്പർഷിപ്പ് കിട്ടും. അതായിരുന്നു BJP മെമ്പർഷിപ്പിൻ്റെ പ്രഖ്യാപനം. നിങ്ങളൊരു മിസ് കോൾ അടിക്കൂ, BJP-യുടെ മെമ്പറായി തീരും. ഒരു ടോൾ ഫ്രീ നമ്പർ BJP അനൗൺസ് ചെയ്തു. അതുപോലെ ആര് വന്നാലും BJP-ക്കകത്ത് സ്വീകരിക്കപ്പെടും. ഒരു രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം, ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ സംഘടനാപരവുമായ കരുത്തും അതിന്റെ ജനങ്ങളോടുള്ള വീട് കിട്ടുന്നത് എന്തും ആയുധമായിട്ട് എടുക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായ പാപ്പരത്വമാണെന്ന് ഞാൻ പറഞ്ഞു. BJP-യിൽ നിന്ന് നിങ്ങൾ ആളെ സ്വീകരിച്ചിട്ടില്ല. BJP-യിൽ നിന്ന് ആളെ സ്വീകരിക്കുന്നതും ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഖത്തുനിന്ന് അധികാര സ്ഥാനങ്ങൾ വെച്ച് നീട്ടി ആളെ സ്വീകരിക്കുന്നതിൽ വ്യത്യാസമില്ലേ? BJP-യിൽ കണ്ണൂരിലെ BJP-യുടെ എത്രയോ നേതാക്കന്മാർ CPM-ന്റെ കൂടെ വന്നു. അങ്ങനെ വരട്ടെ. അവർക്ക് നിങ്ങൾ കോർപ്പറേഷനും ദേവസ്വം ബോർഡും ഒക്കെ കൊടുത്തു. വന്ന വഴി കോർപ്പറേഷൻ കൊടുത്തല്ല, CPM-ന്റെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ സ്ഥാനങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ ഭാഗമാക്കി അവര് വന്ന് രണ്ടാമത്തെ ദിവസം ഈ സ്ഥാനാർത്ഥിത്വം കൊടുത്തു. ശരി, സമ്മതിച്ചു BJP. പക്ഷെ നിങ്ങൾ വന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ട് കോർപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല, എത്രയോ കാലം കഴിഞ്ഞിട്ട് കണ്ണൂരിലെ മറ്റേ വാസു മാഷ് എത്രയോ നാള് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് വരാൻ വേണ്ടി അതിന്റെ തർക്കത്തിലേക്കല്ല ഞാൻ അതിന്റെ തർക്കത്തിൽ അതൊക്കെ ഓരോ പാർട്ടികൾ തീരുമാനിക്കുന്നത്. സുരേഷ്, നമ്മളതിനെ ജനാധിപത്യപരമായി കണ്ടാൽ നമ്മൾ വീണ്ടും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വീണ്ടും കടക്കുകയാണ്. നമുക്ക് വയനാട്ടിൽ ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. വടകരയിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പ് ബഹളം തുടങ്ങി എന്ന് VM സുധീരനെ പോലുള്ളവർ പരാതിപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വീണ്ടും പോവുകയാണ്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നോക്ക്, കാസർഗോഡ് സതീഷ് ചന്ദ്രനെ നിർത്തി, PK ശ്രീമതി കണ്ണൂരിൽ, വടകരയിൽ P ജയരാജൻ, കോഴിക്കോട് പ്രദീപ്, അങ്ങനെ നിങ്ങളുടെ ശ്രീ സുരേഷ് ബാബു താങ്കൾ ഇരിക്കുന്ന ആ മേഖലയിൽ തന്നെ ശക്തമായ സ്ഥാനാർത്ഥി സാന്നിധ്യം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ വളരെ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും കഴിയാത്ത ഒരു ദുരന്ത സാഹചര്യം ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് ഒരു വേവലാതിയും സുരേഷ് ബാബുവിന് ഈ പാനലിൽ ഇരിക്കുമ്പോൾ ഇല്ലേ? അങ്ങനെയല്ലല്ലോ അതിനെ കാണേണ്ടുന്നത്. ഞങ്ങളുടെ ഒരു സംവിധാനത്തിൻ്റെ ഒരു സിസ്റ്റം വെച്ച് നോക്കിയതാൽ ഉള്ള പ്രയാസങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഞാൻ സമ്മതിക്കാൻ തയ്യാറാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിതമായ സ്ഥാനാർത്ഥികൾ ആരും മോശക്കാരാണ് എന്ന വ്യാഖ്യാനം ഞാൻ പറയില്ല. പക്ഷേ ഇവരെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നേരിടാൻ പ്രാപ്തമായ ആളുകൾ അപ്പുറത്ത് ഞാൻ പറയാം രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പുറത്ത് K സുധാകരൻ, വടകരയിലെ സ്ഥാനാർത്ഥി ആയില്ല, കോഴിക്കോട്ട് 2 തവണ സ്ഥിരമായി ജയിച്ച ശ്രീമൻ MK രാഘവൻ, ഇങ്ങനെ സ്ഥാനാർത്ഥി പട്ടിക അങ്ങോട്ട് അങ്ങനെ നീളുകയാണ്.
രണ്ടിടങ്ങളിൽ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രിയോടുകൂടി ഉണ്ടാകും. ശ്രീ രാഹുൽ ഗാന്ധി കർണാടകയിലാണ്. 6 മണിക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ പൊതുയോഗം അവിടെ അവസാനിക്കുക. അത് കഴിഞ്ഞ് ഡൽഹിയിലെത്തിയിട്ട് ഇത് ഫയൽ ഓപ്പൺ ചെയ്ത് ആ കാര്യത്തിൽ ഇന്ന് രാത്രി ലേറ്റ് അവേഴ്സ് തന്നെ ഇതിന്റെ കൂടിയുള്ള പ്രഖ്യാപനം ഉണ്ടാകും. അത് അണിയറക്കകത്ത് ഈ കോൺഗ്രസ് ലീഡർഷിപ്പിനകത്ത് ഏകദേശം ധാരണയായി എന്നൊക്കെയാണ് എനിക്ക് കിട്ടിയ വിവരം. സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള പേരുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്കത് പറയാനും കഴിയില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങൾ ഒരു കാര്യം ഞാൻ സമ്മതിക്കാൻ നികേഷ് തയ്യാറാണ്. ഇത് സമയം വൈകുകയും ഈ ചർച്ച ഈ രൂപത്തിൽ പരിണിതപ്പെടുകയും ചെയ്തത് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ മൊറയിൽ നഷ്ടപ്പെടുത്താൻ സാഹചര്യമുണ്ടായിട്ടുണ്ട്. UDFന്റെ പ്രവർത്തകന്മാരുടെ മൊറയിൽ നഷ്ടപ്പെടുത്താൻ സാഹചര്യമുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും അതിനെ കവർ ചെയ്തു പോകാനുള്ള ആത്മധൈര്യവും ഞങ്ങൾക്കുണ്ട്. അല്ല, എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് സുരേഷ് ബാബു അങ്ങനെ സംഭവിക്കുന്നത്? എവിടെയെങ്കിലും ഒരു കറക്ഷൻ ആവശ്യമല്ലേ? നിങ്ങൾ പറഞ്ഞിരുന്നത് ഫെബ്രുവരി 25 ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായും തയ്യാറാകും എന്നാണ്. പിന്നീട് പെരിയ സംഭവിച്ചു, അങ്ങനെ 1-2 ദിവസം വൈകി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതാ ഇപ്പോൾ മാർച്ച് മാസം 20, ഏതാണ്ട് 1 മാസത്തോളം അടുക്കുന്നു. നിങ്ങൾ നേരത്തെ തീരുമാനിച്ചതിൽ നിന്നും 1 മാസം. നമുക്കറിയാം, ജൂൺ മാസം ആദ്യം സർക്കാർ ഉണ്ടാകേണ്ടതുണ്ട്, ഏപ്രിൽ മെയ് മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്, മാർച്ച് മാസത്തിന് മുമ്പ് തന്നെ ഏതാണ്ട് തെരഞ്ഞെടുപ്പിനേക്ക് സജ്ജമാകേണ്ടതുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ. പക്ഷേ അതിനൊന്നും തുടർച്ചയായി നിങ്ങൾക്ക് കഴിയുന്നില്ല. അത് ഇത്തവണ മാത്രമാണ് അങ്ങനെ ഒരു സംഭവം എന്നല്ല പറയുന്നത്, തുടർച്ചയായി കഴിയുന്നില്ല. എന്നെങ്കിലും ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ടതല്ലേ? നോക്കൂ, പല ഘട്ടങ്ങളിലും കോൺഗ്രസ്സുകാർ, ഞാൻ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുള്ളത്, ഈ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കൊള്ളരുതായ്മകൾ കൊണ്ട് മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇവിടെ അധികാരത്തിൽ വരുന്നത് എന്നാണ്. മുൻകാലങ്ങളിൽ കരുണാകരൻ്റെ നാറിയ ഭരണം, പിന്നീട് ഉമ്മൻചാണ്ടിയുടെ നാറിയ ഭരണം എന്ന നിലയിൽ വരുന്നത് കൊണ്ട് മാത്രമാണത്രേ, അത് ത്രയാണ് ഞാൻ കൂട്ടുന്നത്, LDF അധികാരത്തിൽ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഉറച്ച കോട്ടയാണ് കേരളം. ആ ഉറച്ച കോട്ടയിൽ യഥാർത്ഥത്തിൽ സംഘടനാപരമായ വൈകല്യം കൊണ്ടും ഭരണപരമായ വൈകല്യം കൊണ്ടുമാണ് നിങ്ങൾ തോൽക്കുന്നത് എന്നുള്ളൊരു സ്വയം വിലയിരുത്തലല്ലേ നിങ്ങൾക്കുള്ളത്? ആ വിലയിരുത്തലിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു കറക്ഷൻ വേണ്ടേ? ഈ വിലയിരുത്തലിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു തിരുത്തൽ പ്രക്രിയ അനിവാര്യമാണ് എന്ന് ഞാൻ സമ്മതിക്കാൻ തയ്യാറാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തന രീതിക്കും ശൈലിക്കും വളരെ വ്യക്തമായ മാറ്റങ്ങൾ വരുത്തണം. അതിൽ കുറെ കൂടി ഡിസിപ്ലിൻ വേണം. പക്ഷെ അത് സാധിക്കാതെ പോകുന്നത് ഒരു കാഡർ ബേസ്ഡ് പാർട്ടി അല്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പാർട്ടി കാഡേഴ്സ് ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ കാഡർ ട്രെയിനിങ്ങിന്റെ ഭാഗമായി മറ്റന്നാൾ ബാംഗ്ലൂരിൽ പോവുകയാണ്. ട്രെയിനിങ്ങിന്റെ കാര്യത്തെക്കുറിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷമാണ് കാഡറിലേക്ക് പോകുന്നതിൻ്റെ ഒരു ട്രെയിനിങ് സിസ്റ്റം ഉണ്ട്. ഞാൻ നികേഷിനോട് പൂർണ്ണമായും യോജിക്കുന്നു. തിരുത്തണം. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് കാഡർ പാർട്ടിയായ CPM-ഉം കാഡർ പാർട്ടിയായ RSSനോടും പിടിച്ചു നിൽക്കണമെങ്കിൽ കോൺഗ്രസിനകത്ത് ഡിസിപ്ലിൻ വേണം, സംഘടനാപരമായ ഉത്തരവാദിത്വങ്ങളുടെ ഷെയറിംഗ് ഉണ്ടാകണം, അതിനുള്ള ആശയപരമായ സമ്പുഷ്ടതയും വേണം. കോൺഗ്രസിന് ഒരു സാമ്പത്തിക നയ സമീപനം ഉണ്ടാകണം. ആ സാമ്പത്തിക നയ സമീപനത്തിൽ കാലാകാലങ്ങളായി വരുന്ന മാറ്റങ്ങളെ അടിസ്ഥാനപരമായ ചർച്ചയില്ലാത്ത മാറ്റങ്ങളായി വരുന്നത് കൊണ്ടാണ് കുറേയധികം പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. പാവപ്പെട്ടവരോടുള്ള ഓറിയന്റേഷൻ വ്യക്തമാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള നയങ്ങൾ ഉണ്ടാകണം. അതിന് പാർട്ടിയെ ശക്തിപ്പെടുത്തണം. പക്ഷെ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയില്ല. ഞങ്ങൾ അതിലേക്കാണ് നീങ്ങുന്നത് എന്ന് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങളുടെ പാർലമെന്റ് അംഗങ്ങൾ ആരായിരിക്കണം എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണല്ലോ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ CPM-ന്റെ സ്ഥാനാർത്ഥി ആരാണ്, BJP-യുടെ സ്ഥാനാർത്ഥി ആരാണ് എന്നൊക്കെ നോക്കി അതിലിങ്ങനെ പതറുക, ചമ്മുക, ചൂളുക എന്നുള്ളതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് ഒരു ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒഴിവാക്കേണ്ടതല്ലേ? പല മണ്ഡലങ്ങളിലും പോകാൻ ആളുകൾക്ക് വയ്യ. ഇപ്പോൾ NC മോഹൻ്റെ പാർട്ടി വടകരയിൽ P. ജയരാജനെ സ്ഥാനാർത്ഥിയായി നിർത്തി. P. ജയരാജനെതിരെ മത്സരിക്കാൻ ഒരാളെ കിട്ടുന്നില്ല. KPCC പ്രസിഡന്റിന് പോലും സ്വന്തം മണ്ഡലമായ വടകരയിൽ മത്സരിക്കേണ്ട. ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ എപ്പോഴും പറഞ്ഞിരുന്നത് എന്നെ എന്താ പറയുക, ഞാൻ മത്സരിച്ചതല്ലേ, അറിയാലോ.
ഞാനൊന്ന് ഞാൻ പൂർണ്ണമായി 98-ലും പറഞ്ഞോട്ടെ. ഞാൻ പറയാം. 99-ലും മത്സരിച്ചതില്ലേ ബാബു, ഇത് അന്ന് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് പൂർണ്ണമായും ഞാൻ പറയാം മനസ്സിലാകും. പി ജയരാജൻ സർവശക്തനായി അല്ല നിൽക്കുന്ന കാലം. ആയിക്കൊള്ളട്ടെ, ഞാൻ എല്ലാ കേസും പറയട്ടെ. ഞാൻ ഞാൻ പറയാം, അങ്ങേക്ക് അറിയാലോ. ഷാനിമോൾ പി. നല്ലൊരു ഉദാഹരണമാണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന് ഷാനിമോൾ നല്ലൊരു ഉദാഹരണമാണ്. ഷാനിമോളിനെ മുൻപ് എനിക്ക് തോന്നുന്നു 2 തെരഞ്ഞെടുപ്പിന് മുൻപ് കാസർഗോഡ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഷാനിമോൾ പറഞ്ഞു എനിക്ക് പോകാൻ കഴിയില്ല, എൻ്റെ മോൻ 10ാം ക്ലാസ് പഠിക്കുകയാണ്, അല്ല മോളോ 10ാം ക്ലാസ് പഠിക്കുകയാണ്, എനിക്ക് അവിടെ പോയി മത്സരിക്കാനൊന്നും കഴിയില്ല. എന്നിട്ട് അവർ അതിന് വിശദീകരണമായി പറഞ്ഞു, ഞാനെന്താ ഇങ്ങനെ എൻ്റെ മണ്ഡലത്തിൽ നിന്ന് പുറത്തു പോയി മത്സരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മണ്ഡലങ്ങളിൽ അയക്കേണ്ട ആളാണോ എന്ന് തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്ന് അർത്ഥമാക്കുന്ന രീതിയിലുള്ള കുറേയധികം കാര്യങ്ങൾ. പക്ഷേ ആ ഷാനിമോൾക്ക് ഇതാ ഇപ്പോൾ ആലപ്പുഴ മത്സരിക്കേണ്ട. എന്തുകൊണ്ട്? അവിടെ ആരിഫ് എന്ന് പറയുന്ന ഒരു ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി വന്നു. ഇനി എറണാകുളത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശക്തമായി ഇടപെട്ടു. KV തോമസിനെ മത്സരിച്ചാൽ ഒരുപക്ഷെ ജയിക്കാനുള്ള സാധ്യതയില്ല എന്നുകൊണ്ട് അവിടെ ഇടപെട്ടു. ആ ഇടപെടൽ പക്ഷേ മറ്റിടങ്ങളിൽ സാധിച്ചിട്ടില്ല. അതാ കണ്ണൂരിലെ എടുത്താൽ PK ശ്രീമതി ടീച്ചർക്കെതിരെ മത്സരിക്കാൻ സുധാകരൻ തയ്യാറായിരുന്നില്ല. കോൺഗ്രസിൻ്റെ അകത്തളങ്ങളിൽ കേട്ടിരുന്ന കഥ, സുധാകരൻ കാലുവേദന എന്നാണ് പറയാറുള്ളത്. സുധാകരന് കാലുവേദന മാറും എപ്പോൾ വയനാട് എന്ന് പറഞ്ഞാൽ എന്നാണ്. അതെനിക്കറിയില്ല, അത് ഒരുപക്ഷെ കരക്കമ്പി ആയിരിക്കാം. പക്ഷെ നോക്കൂ, ഇതാണ് അവസ്ഥ. കോൺഗ്രസിന് തങ്ങളുടെ മണ്ഡലങ്ങളിൽ നിന്ന് ആരെയാണ് പാർലമെന്റിലേക്ക് അയക്കേണ്ടത് എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല. ഇങ്ങനെ പരിഭ്രമിച്ച് കളിക്കുക, ഇങ്ങനെ വിറളി പൂണ്ട് കളിക്കുക, ഇങ്ങനെ വെപ്രാളപ്പെട്ട് കളിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ എന്തെങ്കിലും മാറണ്ടേ അഡ്വക്കേറ്റ് സുരേഷ് ബാബു? അല്ല, ഈ അവസാനത്തിൽ നിന്ന് ദിഗേഷ് അവസാനിപ്പിച്ചിട്ട് ഞാൻ തുടങ്ങാം. ഇതൊക്കെ എപ്പോഴും ഇപ്പൊ തന്നെ മാറണം എന്ന കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. അവിടെയല്ലല്ലോ പ്രശ്നം. ഇവിടെ ഇപ്പോ സുധാകരൻ കണ്ണൂരെ സ്ഥാനാർത്ഥി ഇന്നലെ ഇലക്ഷൻ കമ്മിറ്റി എടുത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം നീങ്ങി. എവിടെയാണ് ഇത് പ്രശ്നം? ഇതൊക്കെ ഇങ്ങനെ അവിടുന്നും ഇവിടുന്നും കേൾക്കുന്ന വർത്തമാനങ്ങൾ വെച്ചുകൊണ്ട് എന്നോട് ചോദ്യം ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ കഴിയുമോ? അതല്ലല്ലോ വസ്തുതകൾ എവിടെ? ഇവിടെ ഇപ്പൊ ഈ 2 സ്ഥാനത്തേക്കും ആളുകളെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആളുകൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. വടകരയിലെ ഞാൻ പറഞ്ഞത്, വടകരയിൽ അങ്ങനെ ഒരു തരത്തിലും ഈ സ്ഥാനാർത്ഥി പ്രബലമല്ല എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നതെങ്കിൽ LDFനെ പരാജയപ്പെടുത്താൻ UDFന് കഴിയാത്ത വിധം ബുദ്ധിമുട്ടുള്ള ഒരു മണ്ഡലമല്ല വടകര. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതല്ലേ ഞാൻ നേരത്തെ ചോദിച്ചത്. ഇപ്പോ UDFന് പിന്തുണ കൊടുക്കുന്ന രമയും ആറമ്പിയും CPMന്റെ കൂടെ വടകരയിലെ പാർട്ടിയായി അംഗീകരിച്ച് നിൽക്കുന്ന കാലത്ത് 20,000 വോട്ട് വരെയുള്ള പാർലമെന്റ് മണ്ഡലം മാറിയതാണ്. അപ്പൊ അതുകൊണ്ട് അത്രയൊന്നും വലിയ പ്രശ്നമല്ല. അല്ല, കോഴിക്കോട് DCC പ്രസിഡന്റ് T സിദ്ദിഖ് വടകരയിൽ മത്സരിക്കാൻ തയ്യാറല്ല. ഈ കോഴിക്കോട് ജില്ലയിൽ വരുന്നതാണ് അവിടെയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? T സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ മത്സരിക്കേണ്ട, വയനാട് എന്ന് പറയുന്ന കുറെ കൂടി മെച്ചപ്പെട്ട സീറ്റ്, അല്ലെങ്കിൽ ഇന്നലെ ശ്രീ അജയ് തറയിൽ പറഞ്ഞതുപോലെ കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുന്ന മണ്ഡലത്തിലേക്ക് പോയാൽ മതി എന്ന് പറയുമ്പോൾ വടകര വിജയസാധ്യതയില്ല എന്നല്ലേ മനസ്സിലാക്കുക? ഞാൻ പറയല്ലോ, ഞാനത് വ്യക്തമായി പറയുന്നു. വാക്കുകൾ വ്യക്തമായി ആലോചിച്ച് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും, പറയുന്ന സാഹചര്യങ്ങൾ പറയുന്ന പോലെ പറഞ്ഞിട്ടില്ലെങ്കിലും ഇത്തരം വ്യാഖ്യാനങ്ങൾക്കൊക്കെ സാധ്യതകളുണ്ട്. ഇത്തരം വ്യാഖ്യാനങ്ങൾക്ക് ഞാൻ വടകരയിലേക്കില്ല എന്ന് പറയുന്നതിന് പകരം വടകര പ്രഗത്ഭരായ മറ്റൊരു സ്ഥാനാർത്ഥി ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അവിടെ സീറ്റ് കിട്ടില്ല, ഞാൻ വയനാട്ടിലേക്ക് മത്സരിക്കുന്നു എന്നുള്ളൊരു വാചകം പറഞ്ഞാൽ ഈ ഒരു വ്യാഖ്യാനത്തിനിടയില്ല. കുറ്റിച്ചൂലിന് പകരം ഏത് പ്രധാനപ്പെട്ടവരല്ലാത്തവരാളുകൾ മത്സരിച്ചാലും അവിടെ ജയിക്കാൻ കഴിയുന്ന വിധം UDF ശക്തമാണ് എന്ന് പറയാൻ ഒരാൾ തയ്യാറായാൽ ഈ ഒരു വ്യാഖ്യാനത്തിനിടയില്ല. ചാനലിൽ കയറിയിരുന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനോടൊക്കെ അവരോട് തന്നെ ചോദിച്ച് ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ലാതെ എല്ലാത്തിനും മറുപടി പറയാൻ ഞാൻ ശക്തനല്ല. ശ്രീനികേഷ്, ശ്രീ TG മോഹൻദാസ്, ഘടകകക്ഷികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു എല്ലാ കാലഘട്ടങ്ങളിലും BJPയുടെ ശാപമെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ മുന്നണി രാഷ്ട്രീയത്തിൽ പ്രബലരായില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് വലിയ നിലയിൽ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടാകാത്തത് എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ നിങ്ങൾ പറഞ്ഞ കാരണമെങ്കിൽ, ഇപ്പോൾ ഈ മുന്നണി ഒരു ഭാരമാവുന്നുണ്ടോ? ഇപ്പോൾ 4-5 സീറ്റുകൾ BDJSനെ പോലുള്ള ഒരു പാർട്ടിക്ക്, അതായത് വെള്ളാപ്പള്ളിയുടെ പോലും എൻഡോഴ്സ്മെൻ്റ് ഇല്ല ഇപ്പോൾ, അങ്ങനെ ഒരു പാർട്ടിക്ക് നീക്കി വെച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട പല സീറ്റുകളും നഷ്ടമാവുകയാണ്. ഇപ്പോൾ മാവേലിക്കര വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് നിങ്ങളെ സംബന്ധിച്ചത്. കോഴിക്കോട് ഞാൻ നേരത്തെ പറഞ്ഞു, തൃശ്ശൂർ
വിജയസാധ്യതയുള്ള മണ്ഡലം എന്ന് നിങ്ങൾ തന്നെ ഇന്റേണൽ സർവേയിൽ കണ്ടെത്തുന്നത്? ഇതിനകത്തെ ഒരു പ്രശ്നം, ഈ മുന്നണി രാഷ്ട്രീയം കൈകാര്യം ചെയ്യാനുള്ളൊരു സാമർഥ്യമുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് കുറവാണ്. കാരണം കേരളത്തിൽ ഞങ്ങളത് ചെയ്തിട്ടില്ല, ഇപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ദാഹിച്ച് മോഹിച്ച് ഞങ്ങളൊരു കാറ് മേടിച്ചു, ഇനി അത് ഓടിക്കുക എന്ന് പറയുന്നത് അതിലും വലിയ പണിയാണ്. അതിനകത്ത് പോകുന്ന പോരായ്മകളുണ്ടാകും, അത് കുറേശ്ശെ ആയിട്ട് മാറിക്കോളും. ഇതൊക്കെ ഞങ്ങൾക്ക് കേന്ദ്രത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ഉണ്ടായതാണ്. മുന്നണി ഉണ്ടാക്കുന്നു, വീഴുന്നു, മറ്റേ പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരുന്നു, ഇങ്ങനെയൊക്കെ. ഇത് ഒരുപക്ഷെ കേരളത്തിൽ സംഭവിച്ചു എന്ന് വരാം. ഒരു പരീക്കർ ഉണ്ടായില്ല കേരളത്തിൽ എന്ന് വേണമല്ലോ കരുതാൻ. ഒരു ക്രിസ്ത്യൻ സഭകളും ഒക്കെ ആയി നല്ല രീതിയിൽ. അല്ല, ക്രിസ്ത്യൻ സഭയുടെ രീതിയിലല്ല ഞാൻ പറഞ്ഞത്. പരീക്കർക്കുണ്ടായിരുന്ന സർവ്വസമിതി ഉണ്ടല്ലോ, ഒരു മൈനോറിറ്റി അപ്പീസ്മെന്റും ഉണ്ടായിരുന്നു. മൈനോറിറ്റി അപ്പീസ്മെന്റ് ഇല്ല, ബട്ട് ഹി വാസ് മൈനോറിറ്റീസ് വെയർ കംഫർട്ടബിൾ വിത്ത് ഹിം. അപ്പീസ്മെന്റ് എന്ന് പറയാനായിട്ടൊന്നും പരീക്കറൊന്നും ചെയ്തിട്ടില്ല. അല്ല, അവിടെ ഒരു വേറെ BJP ആയിരുന്നു അല്ലേ? കാരണം സാധാരണ കാലം നമ്മൾ കാണുന്ന ബീഫിന് വേണ്ടി ആളെ തല്ലിക്കൊല്ലുന്ന BJP ഒരു പ്രത്യേകത. അവിടെ സംഭവിച്ചത് എന്താ, ഞങ്ങൾക്ക് വാസ്തവത്തിൽ ഭൂരിപക്ഷം ഇല്ല ഗോവയിൽ. ബാക്കിയുള്ളവർ അദ്ദേഹം കേവല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നിട്ടുണ്ട്. പരീക്കറാണ് മുഖ്യമന്ത്രി എങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇത് അദ്ദേഹത്തെ പ്രതിരോധ വകുപ്പിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് തിരിച്ച് ഗോവയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയുണ്ടായത്. കാരണം അക്സെപ്റ്റബിലിറ്റി പരീക്കർക്കുള്ളത്രയും വേറെ ആർക്കും ഇല്ലാതെ വന്നു. ഇന്നിപ്പോൾ അദ്ദേഹം വിട്ടുപോയിരിക്കുന്നു, ഇനി എന്തവിടെ സംഭവിക്കുന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കേരളത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നണി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പരിചയക്കുറവുണ്ട്. അതിൻ്റേതായ കൺഫ്യൂഷൻസും നിലനിൽക്കുന്നു. അതും താമസിയാതെ തീർന്നു കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഒരു വിജയപ്രതീക്ഷയുടെ ലാഞ്ചന എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇപ്പം തിരുവനന്തപുരത്ത് ഒരു മത്സരം ഉണ്ടാകും എന്നുള്ളതിനപ്പുറത്ത് വേറെ കേരളത്തിൽ ഒരു സാധ്യതയും എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വക്കീലായതുകൊണ്ട് 20 സ്ഥലത്തും സാധ്യതയുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കുറയ്ക്കാൻ പറയരുത് എൻ്റെ കുറയ്ക്കില്ല ഞാൻ. 20 സാധ്യതയുണ്ടെന്നേ പറയുള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എത്ര എണ്ണം കിട്ടി നോക്കിയിട്ട് ബാക്കിയുള്ള സാധ്യത എന്തുകൊണ്ട് ഇല്ലാതെയായി എന്നുള്ളത് നമുക്ക് വിശകലനം ചെയ്യാം. ഇപ്പം ഞാൻ 20-ൽ ഒരെണ്ണം കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മഹാഭാവിയായിട്ട് മാറും. അത് ചെയ്യാൻ പറ്റില്ല, അത് മോഹനും ചെയ്യാൻ പറ്റില്ല, ചെയ്യുന്നത് ശരിയുമല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, CPMൽ നിന്നും BJPക്ക് ആരോ പോയല്ലോ. ആരാ പോയത്? എവിടെയാണ് പോയത്? ബംഗാളിലോ? ബംഗാളിൽ ആളാണ്. ശരി, ആയിക്കോട്ടെ, പുറത്താക്കിയ അല്ല ഞാൻ പറഞ്ഞത് CPM പുറത്താക്കിയ ആള് അല്ലേ? ഈ ആള് കുറഞ്ഞത് CPMലെ ആള് കുറവാണ്, അതുകൊണ്ട് കാലുമാറ്റവും കുറവാണ്. കോൺഗ്രസിലെ ആള് കൂടുതലാണ്. മാത്രമല്ല ഞങ്ങളിത് കുറച്ച് പേര് അങ്ങോട്ടും പോയിട്ടുണ്ട്. ഇപ്പൊ നികേഷ് പറഞ്ഞില്ലേ ആയാറാം കയാറാം കോളം, അതിനകത്ത് നോക്കിക്കോ, ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും. ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുമായിട്ട് ഏറ്റവും അധികം കൂട്ടുകൂടിയിരിക്കുന്നത് ഇടതുപക്ഷങ്ങളാണ്, കോൺഗ്രസ് അല്ല. 67 മുതൽ ഇങ്ങോട്ട് നോക്കിക്കോ, ഞങ്ങൾ ഒരുമിച്ച് ഭരിച്ചിട്ട് വരെയാണ്. ഞങ്ങളെന്ന് വെച്ചാൽ ആരാ? ജനസംഘം, ഇപ്പൊ BJP. ജനസംഘം ഇപ്പൊ BJP, ഇടയ്ക്ക് ജനതാ പാർട്ടി. ചരിത്രത്തിലുള്ളതാണ്, അത് ഉള്ളതാണ്. ഞാനതല്ലേ പറഞ്ഞു. BJP 1980-ലല്ലേ? അതിനു മുമ്പും CPM-ഉം CPI-യും ഉണ്ടല്ലോ. ജനസംഘം എന്നുള്ള പേരിൽ ഞങ്ങളും ഉണ്ടല്ലോ. പേര് മാത്രമല്ലേ വ്യത്യാസം. ഇതേ വാജ്പേയി, ഇതേ അഡ്വാനി, മനസ്സിലായി? അന്ന് നരേന്ദ്രമോദി ജൂനിയറാണ്. ഇതേ വാജ്പേയി, ഇതേ അഡ്വാനി, ദീനദയാൽ ഉപാധ്യായ, ഇവരൊക്കെ സന്തോഷമായിട്ട് ഉത്തർപ്രദേശ്, പഞ്ചാബ്, ബീഹാർ 3 സ്ഥലത്ത് ഭരിച്ചു. ഇവർ വളരെ ചെറുതായിരുന്നു. കേരളത്തിലും അതിന്റെ ഒരു ബന്ധത്തിന്റെ സൂചന. പിന്നെ EMS ഇതെല്ലാം തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. മോഹനം ചിലപ്പോൾ സമ്മതിക്കില്ല. അല്ല, അങ്ങനെയല്ലല്ലോ. അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിന് മുമ്പ് ആ പ്രക്ഷോഭത്തിൽ എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും യോജിപ്പിച്ചാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാലേ, അടിയന്തരാവസ്ഥ കാലത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ എല്ലാ ജനാധിപത്യ സ്ഥാപനങ്ങളെയും ഇല്ലാതാക്കി. 67 എവിടെ? കേരളത്തിൽ എവിടെ ആയിക്കൊണ്ടാക്കി? കേരളത്തിലല്ലോ ഞാൻ പറഞ്ഞു. എവിടെയാണ് ഓൾ ഇന്ത്യ ബേസിൽ? ഞങ്ങൾ അന്നും ഇന്നും ചെറിയ പാർട്ടിയല്ലേ. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ ഇപ്പോ അങ്ങ് പറഞ്ഞ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥയുടെ കിരാതമായിട്ടുള്ള നടപടികൾക്കെതിരായി 80-ന് മുൻപ് ജനസംഘവുമായി ഉണ്ടായിട്ടുള്ള ബന്ധത്തെ കുറിച്ചായി പറയണേ.
ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കോടതിയെല്ലാം പിന്നെ വരിഞ്ഞു മുറുക്കി ജനാധിപത്യത്തെ നശിപ്പിച്ചപ്പോ ആ കോൺഗ്രസിനെ ജയിപ്പിക്കാനല്ലേ നിങ്ങൾ ഇപ്പോൾ കഷ്ടപ്പെടുന്നത്? ഇന്ന് നിങ്ങൾ ചെയ്ത പണി അന്ന് അവര് ചെയ്തപ്പോ അവർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എല്ലാ ശക്തികളെയും യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് ശരിയല്ല. കൊടഞ്ഞോടുക. ഞാൻ പറയുന്നത് 67 67 67 67 പറയുമോ? 67 കുറിച്ചിട്ടല്ലോ ഇവിടെ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് 67 ആണ്. 67 എന്താണ്ടായി അങ്ങൊന്ന് പറയൂ. 67 എന്താണ്ടായി ഒന്ന് പറയൂ. ഞാൻ പറയട്ടെ. ഉത്തർപ്രദേശ്, ഉത്തർപ്രദേശിലെ CPIM ആയിരുന്നു കരുത്തുള്ള പാർട്ടി. അങ്ങനെ പറയല്ലേ. ഒരു വാദം പറയട്ടെ. 1967 സംയുക്ത വിധായക മന്ത്രിസഭ പഞ്ചാബിലും ഉത്തർപ്രദേശിലും ബീഹാറിലും നിലവിൽ വന്നു. ഈ 3 സംയുക്ത വിധായക ദൾ എന്ന് പറയുന്ന മുന്നണിയിൽ CPIയും CPMഉം ഉണ്ടായിരുന്നു. CPM തീരെ ചെറുതായതുകൊണ്ട് അവർക്ക് മന്ത്രിപദം കിട്ടിയില്ല. CPIക്ക് മന്ത്രിയും ഉണ്ടായിരുന്നു ബീഹാറിൽ. ഇതൊക്കെ ശുദ്ധ അസംബന്ധം വരുന്നുണ്ടെങ്കിലേ 67 പഞ്ചാബിലും ഉത്തർപ്രദേശിലും CPM മന്ത്രിസഭയ്ക്ക് ഉണ്ടായിരുന്നില്ല, മുന്നണിയിൽ ഉണ്ടായിരുന്നു ഒക്കെ പറഞ്ഞാൽ ഇതൊക്കെ എന്തൊരു അടിസ്ഥാനത്തിലാണ് ഈ വാദഗതി ഉന്നയിക്കണേ? എന്തെങ്കിലും ഒരു രേഖ തെളിയിക്കാൻ നോക്ക്. തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നോക്കാം. നമുക്ക് വിശദമായിരുന്നോ ഇത് മാത്രം ചർച്ച ചെയ്യാം. അല്ല, ഈ പുത്തൻകൂറ്റ് കമ്മ്യൂണിസ്റ്റുകാരല്ല ഇങ്ങനെ ചരിത്രത്തെ വികൃതവൽക്കരിച്ച് വർത്തമാനം നാരായണനായാലും 67 ഉത്തർപ്രദേശിലും ബംഗാളിലും CPMഉം CPIയും ചേർന്ന് പിന്നെ സംയുക്ത മുന്നണി ഉണ്ടായെന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ വസ്തുത എന്താ? അടിയന്തരാവസ്ഥ കാലത്ത് മാറ്റത്തെ കുറിച്ച് എന്തിനാ പൊള്ളുന്നത്? താങ്കൾക്കെതിരാ പൊള്ളുന്നത്? 67 ഞാൻ പറയുന്നു അങ്ങനെ ഐക്യമുന്നണി ഉണ്ടായിട്ടില്ലെന്നോ? ഞാൻ പറയുന്നു അങ്ങൊന്ന് തെളിയിക്ക്. പറയട്ടെ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 67 UPയിലും പിന്നെ പഞ്ചാബിലും ഒച്ച വെക്കണമല്ലോ. അല്ലല്ല, UPയിലും അങ്ങ് പറഞ്ഞെന്താ 67 UPയിലും പഞ്ചാബിലും ഉണ്ടായ സംയുക്ത ഗവൺമെന്റിന് പിന്തുണക്കാരായി അല്ലെങ്കിൽ ഇതിൽ പങ്കാളികളായി CPIയും CPM ഉണ്ടായിരുന്നു. അങ്ങ് തെളിവ് സഹിതം എന്റെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. ദയവ് ചെയ്തൊന്ന് നോക്കണം. ഫേസ്ബുക്ക് ഒക്കെ നോക്കാം. ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഇവര് വായിക്കില്ല. അതുകൊണ്ട് കുഴപ്പങ്ങൾ പോലെ അന്ന് അവർ കുഴപ്പമുണ്ടാക്കി. VP സിംഗിന്റെ കാലത്ത് എന്ത് അടിയന്തരാവസ്ഥ ഉണ്ടായിട്ടാണ് ഞങ്ങളുമായിട്ട് കൂട്ടുകൂടിയത്? എല്ലാ വെള്ളിയാഴ്ചയും ഹർകേഷൻ സിംഗ് കുറിച്ചും അഡ്വാനിയും VP സിംഗും എല്ലാ വെള്ളിയാഴ്ചയും BJP ആസ്ഥാനത്തായിരുന്നോ? ആസ്ഥാനം ഏതായിരുന്നു? 3 പേരും ചേർന്നല്ലേ മീറ്റിംഗ്? അത് VP സിംഗ് BJPയുടെ ഭാഗമായിരുന്നു. എനിക്കറിയാമല്ലോ. അവരവർക്ക് വേണ്ടിയുള്ള ഇന്ന് നിങ്ങൾ VP സിംഗിന്റെ നേതൃത്വത്തിൽ അന്നുള്ള ഒരു കോർഡിനേഷൻ കമ്മിറ്റിയിൽ VP ഹൗസിൽ എല്ലാ നേതാക്കന്മാരും ഇരിക്കാറുണ്ടായിരുന്നു. ഹർകിഷൻ സിംഗ് സുർജിത്ത് അടക്കം. എന്നുള്ള കാര്യത്തിലൊന്നും എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനാ ആ കാലഘട്ടത്തിലല്ലേ BJPക്ക് ഈ അന്നുണ്ടായിരുന്ന ജനസംഘത്തിനകത്ത് RSSന്റെ ഡ്യുവൽ മെമ്പർഷിപ്പിനെ കുറിച്ച് തർക്കമുണ്ടായതും പൊളിഞ്ഞ് പാളീസായതും അതെല്ലാം മറന്നിട്ട് ബഹുമാനായ മോഹൻദാസ് ഇങ്ങനെ ചരിത്രത്തിൽ ഇതെല്ലാം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ പ്രഖ്യാപനം ഉണ്ടായാൽ കോൺഗ്രസ് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിലേക്ക് 2 ആഴ്ച പിന്നിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നേരിടാൻ. ഒപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ശ്രീ TG മോഹൻദാസ് പറഞ്ഞത് 20 ലോക്സഭാ മണ്ഡലങ്ങളിലും അവർക്ക് വിജയസാധ്യതയുണ്ട്, കുറയ്ക്കാൻ പറ്റില്ല എന്നാണ്. BJP എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? അല്ല, ഇതില് കോൺഗ്രസ് ഈ വടകര പോലും ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വെച്ചതായിരുന്നു. സ്ഥാനാർത്ഥി നിർണയം വൈകിപ്പോയത് കൊണ്ട് അത് മാറ്റി. അത് സ്ഥാനാർത്ഥി നിർണയം എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ അല്ലെ വർക്കിനെ കുറിച്ച് കോഴിക്കോട്, വടകര തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും നേരത്തെ മുതലേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 2009, 2011, 2014, 2016 ഈ വോട്ടുകൾ, ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലെ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ടുകൾ വെച്ച് ഏറ്റക്കുറവുകളെ കുറിച്ച് പഠിച്ച്
കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെവിടെ, കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രയോജനം എങ്ങനെ, അത് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ഈ കഴിഞ്ഞ ഒരു മാസത്തിനകമായി കണ്ണൂർ, കോഴിക്കോട് പാർലമെന്റുകൾക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട നേതൃത്വം അക്കാര്യത്തിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനത്തിൽ വളരെ ശക്തമായി ഓരോ ബൂത്തിലേക്ക് ഞങ്ങൾ ഇതൊക്കെ കൊടുത്ത് ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിച്ചിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനവുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. യാതൊരു തരത്തിലുള്ള അകലാപ്പും വേഗലാതിയും ഇല്ല. പിന്നെ പ്രചരണപരമായ പ്രചരണമാണ് ഇപ്പോൾ കുറവ്. അത് 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി വന്നാൽ പരിഹരിക്കപ്പെടും. ശരി, ഏറ്റവും ഒടുവിൽ ശ്രീ NC മോഹനൻ ടൈംസ് ഓഫ് ഇന്ത്യ നടത്തിയിട്ടുള്ള മൂഡ് ഓഫ് ദ നേഷൻ റിസൾട്ട് അതാ ഇന്ന് വൈകുന്നേരം വരികയാണ്. അതിൽ പോലും സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നതിന് ശേഷമാണോ അതെന്ന് അറിയില്ല, ആയിരിക്കാൻ സാധ്യതയുമില്ല. കാരണം ഒരാഴ്ചക്കുള്ളൊന്നും നേരത്തെ ചെയ്തതായിരിക്കും. അതിൽ പോലും പറയുന്നത് 16-3-1 എന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് BJPക്ക് ഒരു സീറ്റുണ്ട് എന്നുള്ളതാണ്. ഒരു സർവേ ആണ്, പക്ഷേ സർവേ എന്ന് പറയുന്നത് കുറേ സാമ്പിളുകളാണല്ലോ. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള പൾസ് നോക്കിയിട്ടുള്ള ഒരു സർവേ ആണെന്നുണ്ടെങ്കിൽ, ആ സർവേ റിപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരില്ല. 16 വസ്തുനിഷ്ഠമായി എങ്ങനെ ഏത് സീറ്റുകളുടെ കൂടി വെച്ചിട്ട് വേണമല്ലോ നമുക്ക് ചർച്ച ചെയ്യാനായിട്ട്. എവിടെയാണ് സീറ്റുകൾ ഏതൊക്കെയാണ്? ഞങ്ങളിപ്പോൾ മത്സരിക്കുന്ന 16 സീറ്റുകളുണ്ടല്ലോ. ആ 16 കിട്ടും. ആ 16 കിട്ടുമെന്നല്ല, ഞാൻ അങ്ങനെ അമിതമായ അവകാശം ഉന്നയിക്കില്ലല്ലോ. 2004 കേരളം കാണിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അതാരെങ്കിലും മുൻകൂട്ടി പ്രവചിച്ചതായിരുന്നു? അതെന്താ 18-1-1 അല്ലേ? അതാ ആണല്ലോ. 17-1-1 അല്ലല്ല, 18-1-1. അന്ന് മാണിക്ക് സീറ്റില്ലേ? മാണിക്ക് സീറ്റില്ലാലോ അന്ന്. അന്ന് മാണിയുടെ ആകെ ഉണ്ടായത് സീറ്റാണല്ലോ നമ്മള് തോമസ് കൊണ്ടുപോയത്. അന്ന് മാണിക്ക് സീറ്റില്ല. 2009-ലും 2014-ലും തെരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2009-ലും 2014-ലും ഒക്കെ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പുണ്ടായി. ഞാൻ 67-77 ഞാൻ ഉദ്ധരിച്ചത് 2004-ല്. NC മോഹൻ പറയുന്നതിന് വേറൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അന്ന് AB വാജ്പേയി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്ന ഒരു വെഡിക്റ്റാണ് കേരളം കൊടുത്തിട്ടുണ്ടാവുക അല്ലേ? അതിനകത്താണ് 17-1. അപ്പോൾ അന്ന് കോൺഗ്രസിനെ മാറ്റി നിർത്തി ഇടതുപക്ഷത്തെയാണ് വരിച്ചത്, വിശ്വസിച്ചത്. ആ 2004-ലെ ഒരു അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം ഇതുവരെയുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി സാമാന്യമായി പരിശോധിച്ചാൽ ആർക്കും ബോധ്യപ്പെടും. എന്തുകൊണ്ടാണ്? ഇതിനകത്ത് 2 ഘടകങ്ങളുണ്ട് നികേഷേ. ഒന്ന്, കോൺഗ്രസ് ഇപ്പോൾ 13 സീറ്റിൽ പ്രഖ്യാപിച്ചു, ബാക്കി 3 ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്നു. അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. പ്രഖ്യാപിച്ചിടത്ത് പോലും നിലം തൊടാനായിട്ടില്ല. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആഴത്തിലുള്ള ഗ്രൂപ്പ് വൈരവും അതിൻ്റെ തർക്കങ്ങളും അതിൻ്റെ പ്രചരണങ്ങളുമൊക്കെ ഈ അന്തരീക്ഷത്തെ മലീമസമാക്കി. ഗ്രൂപ്പ് രാഷ്ട്രീയമൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ താങ്കളുടെ തട്ടകം, ഒരൊറ്റ മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ. താങ്കളുടെ തട്ടകമായിട്ടുള്ള എറണാകുളത്ത് പി രാജീവ് ബഹുദൂരം മുന്നോട്ട് പോയിരുന്നു. പി രാജീവിനെ പോലുള്ളൊരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എറണാകുളം പിടിച്ചെടുക്കാനാകും എന്നുള്ളതായിരുന്നു പ്രതീക്ഷയെങ്കിൽ പെട്ടെന്ന് KV തോമസ് എന്ന് പറയുന്ന ഒരു പരന്തപ്രജ്ഞനായ നേതാവിനെ മാറ്റി നിർത്തി ഹൈബി ഈഡൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നിർത്തിയപ്പോഴേക്കും കളം മാറിയില്ലേ? കളം മാറിയിട്ടില്ല. എന്താ ഇതിൻ്റെ ഒരു കൗതുക വാർത്ത? എന്താ, MP ആയി മത്സരിപ്പിക്കാൻ കൊള്ളൂല, അത് പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കാൻ കൊള്ളൂല, പ്രായാധിക്യവും പ്രശ്നങ്ങളുണ്ട്. AICC സെക്രട്ടറി ആക്കാം, വേണ്ടി വന്നാൽ KPCC പ്രസിഡന്റ് ആക്കാം, ഏറ്റവും ഉയർന്ന സ്ഥാനമാനങ്ങൾ കൊടുക്കാം. ഈ സ്ഥാനമാനങ്ങളൊക്കെ ഏറ്റെടുക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കാൻ പാടില്ല? അല്ലല്ല, കേരളത്തിലെ ഈ എറണാകുളത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്ന ചോദ്യം ഞാൻ ഈ പറഞ്ഞത്. ഇതിനൊക്കെ മാഷ് കൊള്ളാം, എന്നാൽ പിന്നെ മത്സരിക്കാൻ പാടില്ല. ഞാനത് അഡ്വക്കേറ്റ് സുരേഷ് ബാബു, നമുക്ക് KV തോമസ് ഇവിടുത്തെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളവും ഒപ്പം തന്നെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളവും ഒരുപക്ഷെ അപ്രിയ സ്ഥാനാർത്ഥി ആയിരിക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ കേരളത്തിലെ നേതാക്കന്മാർ ഐകകണ്ഠ്യേന KV തോമസ് വേണ്ട, ഹൈബി മതി എന്നുള്ളൊരു നിലപാടെടുത്തത്. പക്ഷേ അദ്ദേഹത്തെ അങ്ങനെ അങ്ങോട്ട് ആക്ഷേപിച്ച് കളഞ്ഞത് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ളൊരു സിമ്പതി തരംഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നില്ലേ? അത് ഹൈബിക്ക് അല്ല. എൻ്റെ ചോദ്യം ഇങ്ങനെയാക്കാം, ഇങ്ങനെ റീഡ്രാഫ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാമോ KV തോമസിനെ പോലുള്ള ഒരാളോട്? 2, അത് ഹൈബിക്കെതിരായി വരില്ലേ? അതൊക്കെ ഒരു കാലം തെളിയിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയങ്ങളാണ്. KV തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി രാഷ്ട്രീയ രംഗത്ത് ഞങ്ങൾക്ക് അനിവാര്യമാണ്.
ഓരോ പാർട്ടിയും CPM-നെ സംബന്ധിച്ചിടത്തോളം പറയും അത് ഏത് തലത്തിൽ പ്രവർത്തിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ പാർലമെന്റിലേക്ക് അയക്കും, ചിലപ്പോൾ ഞങ്ങൾ ഇവർക്ക് മാത്രമാണോ? ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു തോമസ് മാഷ് പാർട്ടി പ്രവർത്തിക്കട്ടെ, പാർലമെന്റിലേക്ക് വേറെ ആൾ പ്രവർത്തിക്കട്ടെ, ഞങ്ങൾക്ക് തീരുമാനിച്ചൂടെ? ഇതൊക്കെ ഈ സംവിധാനങ്ങളൊക്കെ CPM-ന് മാത്രം ഞങ്ങൾ തീരുമാനിക്കുന്നവർ, ഞങ്ങൾ ഇത് ഒരു മാതൃകയാക്കുന്നത് അങ്ങനെയൊന്നും വേണ്ട. തോമസ് മാഷിനെ കുറിച്ച് ഞങ്ങൾക്ക് കാര്യമായ ഒരു നേതാവ് എന്നുള്ള നിലയിലുള്ള അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് യുക്തമായ സ്ഥാനങ്ങളും അവസരങ്ങളും ഞങ്ങൾ പാർട്ടി കൊടുക്കും. അക്കാര്യത്തിൽ ഒരു പ്രയാസവും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. അല്ലല്ല, എൻ്റെ ചോദ്യം താങ്കൾ അതിന് കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടില്ല. നോക്ക്, KV തോമസ് പറയുന്നത് 8 സിറ്റിംഗ് MP-മാരിൽ എനിക്ക് മാത്രം എന്ത് കുറവ്, അതൊന്ന് വിശദീകരിച്ച് തരാമോ എന്നാണ് രമേശ് ചെന്നിത്തലയോട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ചോദിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു സീനിയർ ആയിട്ടുള്ള നേതാവിനെ എടുത്തു കളയുമ്പോൾ, കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഈ ടേമിൽ തന്നെ, ഇപ്പോൾ മുന്നോട്ട് പോയിക്കുന്ന ടേമിൽ തന്നെ കേന്ദ്ര ക്യാബിനറ്റ് പദവിയുള്ള PAC ചെയർമാനായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാളെ ഒരു വാക്ക് പോലും അദ്ദേഹത്തോട് നേരിട്ട് പറയാതെ എടുത്തു കളയുന്നത് അങ്ങനെ ഒരു കൾച്ചറാണോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക്? അല്ല, അദ്ദേഹത്തിനോട് പറയാതെയാണ് അദ്ദേഹത്തെ മാറ്റിയിട്ടുള്ളതെങ്കിൽ അതൊരു ശരിയായ, അദ്ദേഹം അങ്ങനെയാണല്ലോ പറയുന്നത്, എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ മാറ്റാനും മറ്റ് സ്ഥാനങ്ങൾ കൊടുക്കാനും ഒക്കെ പിന്നെ അധികാരം പാർട്ടിയുടെ ഹൈക്കമാൻഡിനൊക്കെ ഉണ്ട്. അത് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ KV തോമസ് സാറിനെ പോലെയുള്ള ഒരു പരിണിതപ്രജ്ഞനായ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിനോട് അദ്ദേഹം ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായ ഒരു സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം, അദ്ദേഹത്തിനോട് അത് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഈ പുതിയ സംവിധാനത്തിനോട് യോജിക്കാൻ കഴിയുന്ന സംവിധാനവും ഉണ്ടാക്കണം. അതല്ലാതെ നേരത്തെ ചോദിച്ചത് MP ആക്കാൻ പറ്റില്ല പക്ഷെ MLA ആക്കാം, MP ആക്കാൻ പറ്റില്ല പക്ഷേ UDF കൺവീനർ ആക്കാം, MP ആക്കാൻ പറ്റില്ല പക്ഷേ AICC ജനറൽ സെക്രട്ടറി ആക്കാം. അപ്പോൾ അതൊന്ന് യുക്തിസഹമായി വിശദീകരിക്കേണ്ടതുണ്ട് എന്തായാലും കോൺഗ്രസ്. ശ്രീ TG മോഹൻദാസ്, ശ്രീ NC മോഹനൻ, ഒപ്പം തന്നെ അതിനകത്തൊന്നും ഒരു പ്രയാസമൊന്നുമില്ലല്ലോ. അങ്ങനെ ചെയ്തിട്ടില്ലേ? എന്താ ഇതിനകത്ത് ഇപ്പൊ ചെയ്യാത്തത്? എന്താണ് ഞാൻ ചോദിക്കട്ടെ? മുഹമ്മദ് റിയാസ് ഇവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയല്ലേ? അദ്ദേഹം ഇപ്പൊ DYFI-ന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് അല്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാതിരുന്നത്? MLA ആയിരിക്കുന്ന പ്രദീപനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയെന്താ? അതൊക്കെ ഒരു വസ്തുതകളല്ലേ? മാത്രമല്ല MLA ആക്കാം, ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കാം, പക്ഷെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റില്ല. ഞാൻ കൂടുതലൊന്നും പറയണില്ലേ. ശരി, ഒപ്പം തന്നെ സുരേഷ് ബാബു, നന്ദി ന്യൂസ് ആയിട്ട് സംസാരിച്ചത്. നമസ്കാരം.